ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എന്നൊന്നും ഞാൻ പറയണില്ലടാ. എല്ലാവരും പാടാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാടാ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു, വിട്ടുപോയി. അതിലേക്ക് പോവാം. അതും പറഞ്ഞിട്ട് എന്താക്കാം തുടങ്ങാം. അതൊരു ഹാപ്പി ന്യൂസ് ആണ്, ബട്ട് അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ വായിക്കുക? ഇത് വായിക്കലല്ല കേട്ടോ പ്രശ്നം. ആഗസ്റ്റ് 5-ാം തീയതി എനിക്ക് എന്താണ് PGന്റെ ക്ലാസ് തുടങ്ങാൻ പോകണം. ബട്ട് ഇതൊന്നുമല്ല ഇതിലെ ഹാപ്പി ന്യൂസ്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കറിയാം, എനിക്ക് ഡിഗ്രിക്ക് ശേഷം ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഈ ഒരു എക്സാം ഉണ്ട്. ഈ എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താകാം, ഇന്ത്യ കണ്ട പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താക്കാം, PGക്ക് അഡ്മിഷൻ കിട്ടും. സോ അത് ഞാൻ എന്താക്കി എഴുതി, അത് ക്രാക്ക് ചെയ്ത് ഇന്ത്യ കണ്ട പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ IIT ഹൈദരാബാദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടില്ലെങ്കിൽ എന്താക്കാം, ഒന്ന് ഗൂഗിളൊക്കെ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. IIT ഹൈദരാബാദ് ആൻഡ് 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? മറ്റേതാണ് NIT ശ്രീനഗർ. IIT ഹൈദരാബാദ് ആൻഡ് NIT ശ്രീനഗർ, ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എനിക്ക് എന്ത് കിട്ടിയത്, അഡ്മിഷൻ കിട്ടിയത്. ബട്ട് ഐ ചൂസ് NIT ശ്രീനഗർ ഓവർ IIT ഹൈദരാബാദ് ബിക്കോസ് എനിക്ക് NIT ശ്രീനഗറിൽ കിട്ടിയത് MSc ഇൻ പ്യുവർ ഫിസിക്സിലാണ്. ബട്ട് എനിക്ക് ഹൈദരാബാദ് കിട്ടിയതോ MSc ഇൻ മെഡിക്കൽ ഫിസിക്സിലാണ്. മെഡിക്കൽ ഫിസിക്സ്. ഒരുപാട് ഡിഗ്രി ഗ്രാജുവേറ്റ് BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അതിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് ക്ലാസ്സിലേക്ക് പോവുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. BSc ഫിസിക്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്കാർക്ക് ഇതിപ്പം +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പം BSc ഫിസിക്സ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് IITs NITs ഒരുപാട് PG ഓഫർ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഫിസിക്സ്, ജിയോ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, പിന്നെ എന്താ പറയുക, അറ്റ്മോസ്ഫിയറിക് സയൻസ്, എനർജി സയൻസ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫിസിക്സ്, അതൊക്കെ ഉണ്ട്. ബട്ട് എനിക്കിഷ്ടം ഏതാ? MSc ഫിസിക്സ് ആയതുകൊണ്ട് ഞാൻ എന്താക്കി, ടീച്ചിങ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്താക്കി, MSc ഫിസിക്സ് ചൂസ് ചെയ്തു. സോ അതിൻ്റെ ക്ലാസ് ആഗസ്റ്റ് 5-ലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ പറഞ്ഞതാണ്. സോ എനിക്ക് പോകേണ്ടി വരും. ഇതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് പോകേണ്ടി വരും. അതിന് മുമ്പ് എനിക്ക് എടുക്കാനാവുന്ന പോലെ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കും. അത് എന്ന് വെച്ചിട്ട് സ്പീഡിൽ എടുക്കലല്ല, നമ്മൾ സാധാരണ എടുക്കുന്നതിനോട്ട് ക്വസ്റ്റ്യൻ ചെയ്യലും ആൻസർ ചെയ്യലും അതിൽ തിയറി പഠിക്കലും ബൈഹാർട്ട് ആക്കലും ഒക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് തന്നെ എടുക്കും. ഇനി അവിടെ ചെന്നിട്ട് ക്ലാസ് എടുക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പറ്റുകയെന്ന് അറിയില്ല, ഇതുപോലെ സ്പീഡിൽ അപ്ഡേറ്റ് ചെയ്യാനാവോ എന്നൊന്നും അറിയില്ല. ബട്ട് എന്നെ കൊണ്ട് മാക്സിമം ആവുന്ന പോലെ ശ്രമിക്കുക. അത് കഴിഞ്ഞല്ലേ ലീവിന് വരുമ്പോൾ ക്ലാസ്സിനൊക്കെ ഞാൻ നാട്ടിലൊക്കെ വന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോയി കൂടെ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഇതിൽ അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോയിക്കൂടാ. ലെറ്റ്സ് ഗോ. ഞാൻ ഇത് മയക്കാട്ടോ. എടാ നമുക്ക് ക്ലാസ്സിലേക്ക് പോയിക്കൂടെ? പുറത്ത് നല്ല മഴയുണ്ട്. സോ ലൈറ്റിന് എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോടാ. അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വല്ലത് ഓർമ്മ ഉണ്ടോടാ? ഞാൻ പറയുന്നത് ഡെറിവേഷൻ അല്ല ഡിഫറൻസിയേഷന് നല്ലോണം ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്താൽ മാത്രമേ അത് ഓർമ്മ ഉണ്ടാവില്ല. എക്സാമിന്റെ സമയത്ത് നമ്മൾ സ്റ്റെക്കായി പോകും ആൻസർ ചെയ്യുമ്പോൾ. സോ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കുക. സോ ഇനി നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയിക്കൊടുറാ. ലെറ്റ്സ് ഗോ. പോവാം. എല്ലാം റെഡിയല്ലേ? ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ എടുക്കാൻ പോകുന്ന ക്ലാസ് വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് പഠിക്കുക, എൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് നോട്ട് ചെയ്ത്, എൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് അതിലൊരു അരമണിക്കൂറും കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരില്ല. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അത്രയ്ക്കും സിമ്പിളായിരുന്നു. സോ നമുക്ക് അത്രയും സിമ്പിളായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. സോ നമുക്ക് പോയിക്കൊടുറാ, പോവാം. അതിലെന്താണ് ഒന്നാമത്തെ സാധനം? ഇപ്പം കുറച്ച് തിയറിയിലേക്കാണ് പോകുന്നത് നമ്മൾ. യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ, ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാനുള്ളത്. യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. ആദ്യം ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള രീതിയിലേക്ക് മാറ്റാം. ആദ്യം യൂണിഫോം മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. ഞാൻ പറയുമ്പോൾ തന്നെ എഴുതി എടുക്കട്ടോ കള്ളന്മാരെ, വെറുതെ നോക്കിക്കണ്ട.
an object covers equal distance in equal interval of time. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? മനസ്സിലായില്ലെങ്കിലും നമുക്ക് പറയാം ഇന്റർവൽ ഓഫ് ടൈം. ആൻഡ് ഇതിന്റെ ഉൾട്ട എടുത്തോളി. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഇത് നോൺ യൂണിഫോം മോഷൻ. ഇതെന്താക്കുക, ഇവിടെ ഒരു യു എന്നും കൂടി എഴുതി നിർത്താൻ പ്രശ്നം കഴിഞ്ഞ്. എന്ന് വെച്ചാൽ ഇതാ സിമ്പിൾ. ആൻ ഒബ്ജക്റ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ്. അതാണ് അവിടെ എന്ത് പ്രത്യേകത. ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇതും ശ്രദ്ധിക്കണം. ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇന്റർവൽ ഓഫ് ടൈം എന്താ ഈക്വൽ തന്നെയാണ്, ബട്ട് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് നമ്മളെ നായകൻ പ്രത്യക്ഷപ്പെടും. ആരാ നമ്മളെ നായകൻ? ആരാ? നമ്മളെ ബൈക്കൊക്കെ എടുത്ത് നമ്മളെ നായകൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആരാ ഇത്? ഇതാണ് നമ്മളെ കുട്ടപ്പൻ. സുഖയില്ലട്ടോ. ഈ കുട്ടപ്പൻ ഇതിനായിട്ടാ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്ട് കവേഴ്സ്, ഒബ്ജക്ട് എന്ന് വെച്ചാൽ കുട്ടപ്പൻ, കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇതാണ്, ഇത് ഡിസ്റ്റൻസ് ഇതാണ്, ഇതൊക്കെ എന്താ? ഇതൊക്കെ 20 മീറ്റർ ഡിസ്റ്റൻസ് അല്ല, വേണ്ട, ഇതൊരു 10 മീറ്റർ ഗ്യാപ്പാന്ന് വെച്ചോ. ഈ ഓരോ ഗ്യാപ്പും 10 മീറ്റർ ആണെന്ന് വെച്ചോ. അപ്പൊ നമ്പർ ലൈൻ പറഞ്ഞോ, ഇവിടെ 0 ആണെങ്കിൽ ഇത് 10 മീറ്റർ ആയിരിക്കും, ഇത് 20 മീറ്റർ ആയിരിക്കും. കാരണം 10 മീറ്റർ ടു 10 മീറ്റർ. ഇത് 30 മീറ്റർ ആയിരിക്കും, ഇതെന്താ 40 മീറ്റർ ആയിരിക്കും, ഇതെന്താ 50 മീറ്റർ ആണ്. ആൻഡ് ഓരോ 10 മീറ്റർ കവർ ചെയ്യാനും ഇതിന് 5 സെക്കൻഡ് അടുത്തെന്ന് വെച്ചോ. ഇത് കവർ ചെയ്യാൻ 5 സെക്കൻഡ്, ഈ 10 മീറ്റർ കവർ ചെയ്യാനും 5 സെക്കൻഡ്, ഈ 10 മീറ്റർ കവർ ചെയ്യാനും എല്ലാത്തിനും 5 സെക്കൻഡ് അടുത്ത്. ഓക്കെ, ഇതും പക്കല്ലേ? ഇതാണ് എന്ത് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് യൂണിഫോം മോഷൻ. ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇവിടെ നിങ്ങളൊന്ന് സ്പീഡ് കണ്ടു നോക്കിയേ. ഈ കേസിലൊന്ന് സ്പീഡ് കണ്ടു നോക്കിയേ. സ്പീഡ് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 50 മീറ്റർ അല്ലേ? ഇത്ര ഡിസ്റ്റൻസ് അല്ലേ? കുട്ടപ്പം എവിടെ എത്തി? ഇവിടുത്തോളം വരെ എത്തിയിട്ടോ. ഇവനിങ് എത്തി ഇവിടത്തേക്ക്. അതിന് എത്ര ടൈം എടുത്ത്? 5, 10, 15, 20, 25 സെക്കൻഡ് എടുത്ത്. 50 മീറ്റർ 25 സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡിലാണ് എന്ത് ഇത് സഞ്ചരിച്ചത്. എന്ന് വെച്ചാൽ ഇതിന്റെ സ്പീഡ്. ഈ സ്പീഡ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ എഴുതി കൂടെ എന്ത് എഴുതാം? യൂണിഫോം മോഷന്റെ പ്രത്യേകത എന്താ? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. കുട്ടപ്പെന്നൊന്നും എഴുതണ്ട. ബൈക്ക് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് സോറി ബൈക്സ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് എഴുതാ. ഒരു കോൺസ്റ്റന്റ് സ്പീഡ് പോകുന്ന മോഷൻ എന്ത്? യൂണിഫോം മോഷൻ ആയിരിക്കും. ആൻഡ് ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. സിമ്പിൾ. ഇനിയിപ്പം ഇതെടുത്ത് നോക്കി. നോൺ യൂണിഫോം മോഷൻ ഒബ്ജക്റ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ്. ഇതേ കുട്ടപ്പ തന്നെയാന്ന് എടുത്തോ. ബാക്കിയൊക്കെ മയക്കട്ടാ. യെസ് കുട്ടപ്പൻ കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടുന്ന് മുതൽ 5 സെക്കൻഡ് കൊണ്ട് അതുവാണെങ്കിൽ 40 മീറ്റർ എത്തി ഉണ്ടാവും. അല്ലെങ്കിൽ വീണ്ടും ഇത് 50 മീറ്റർ ആയിക്കാണ്ടാവും. പിന്നെ ഇതെന്താവും? 150 മീറ്റർ ആയിക്കുണ്ടാവും അടുത്ത 5 സെക്കൻഡിൽ. പിന്നെ ഇത് എന്താ? ഇത് ഇപ്പം 160 ആയിട്ടാണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയ സ്പീഡും ഇതിന്റെ സ്പീഡും ഇതിൽ പോകുന്ന സ്പീഡും ഇത് ഇത്ര കവർ ചെയ്യാനുള്ള സ്പീഡും വ്യത്യാസമില്ല. കാരണം ഇത് 100 മീറ്റർ ഡിവൈഡഡ് ബൈ 5. ഇത് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ പീരീഡ് പോയത്. ആൻഡ് ഇവിടെ എടുത്ത് നോക്ക്, 30 മീറ്റർ ഡിവൈഡഡ് ബൈ 5 എന്ന് വെച്ചാൽ 6 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇവിടെ സഞ്ചരിച്ചത്. അങ്ങനെ ഓരോ ടൈമിലും എന്ത് വരുന്നുണ്ട്? അതിന് സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട്? ഇതാട്ടോ നോൺ യൂണിഫോം മോഷൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം സെയിം 5 സെക്കൻഡ്. ബട്ട് ഒബ്ജക്ട് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ്. ഇവിടെ 10 മീറ്റർ ആണെങ്കിൽ ഇവിടെ 30 മീറ്റർ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ 10 മീറ്റർ കവർ ചെയ്യുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഇവിടെ 100 മീറ്റർ കവർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ 10 മീറ്റർ കവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാ? എക്സാമ്പിൾ ആയിട്ട് ഇതന്നെ എഴുതാ. ബൈക്സ് മൂവ്സ് വിത്ത് ഇതാ ഞാൻ പറഞ്ഞ സിമ്പിൾ. നിങ്ങൾ പഠിച്ചില്ലേ? ബൈക്സ് മൂവ്സ് വിത്ത് ഡിഫറെന്റ് സ്പീഡ്. സിമ്പിൾ. അതാ ഞാൻ പറഞ്ഞ ഡിഫറെന്റ് സ്പീഡ്. ഇതിപ്പം തന്നെ നിങ്ങൾ പഠിച്ചില്ലേ? എന്താ യൂണിഫോം മോഷൻ, എന്താ നോൺ യൂണിഫോം മോഷൻ എന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ഒന്നുമില്ല. ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ.
എന്താ എർത്ത് റൊട്ടേഷൻ. ഇത് നിങ്ങൾ പഠിച്ചാടെ വെക്കുക. എർത്ത് റൊട്ടേഷൻ നല്ലൊരു എർത്തങ്ങ് വരച്ചേക്കാം, ആവശ്യമില്ല കേട്ടോ. എർത്തിൻ്റെ എന്ത് ഇങ്ങനെ കറങ്ങുന്നില്ലേ, അതെന്താ? ഇത് ഭൂമിയാന്ന് വിചാരിക്കുക. ഇത് ഭൂമിയാണ്. അതെന്താക്കുന്നുണ്ട്, അതിൻ്റെ ആക്സിസിന് കണക്കാക്കി ഇങ്ങനെ ചുറ്റുന്നില്ലേ, അത് കോൺസ്റ്റന്റ് സ്പീഡിലാണ് ചുറ്റുന്നത്. അതുകൊണ്ട് എന്താ, അത് യൂണിഫോം മോഷൻ ആണ്. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്താ, ഫ്രീ ഫോൾ. ആ ഫ്രീ ഫോൾ എന്താണെന്ന് ഞാൻ ഇതിന്റെ ലാസ്റ്റ് നോൺ യൂണിഫോം ആക്സിലറേഷനും യൂണിഫോം ആക്സിലറേഷനും കൂടി പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താക്കുക, ഫ്രീ ഫാൾ എന്താണെന്നും കൂടി പറയാം. ബട്ട് നിങ്ങൾ എന്താക്കുക, ഇത് എഴുതിയെടുക്കുക. ഇതേപോലെ തന്നെ പഠിച്ചൂടെ? ഇപ്പൊ തന്നെ പഠിച്ചോ, പോസ് ചെയ്ത് പഠിച്ചോ. ഇപ്പൊ തന്നെ പഠിച്ചാൽ പെട്ടെന്ന് തലേ കയറും. അതാ ഞാൻ പറഞ്ഞ, പോസ് ചെയ്ത് പഠിച്ചോ. അപ്പോഴേക്ക് ഞാൻ എന്താക്കുക, ബോർഡ് വായിച്ചിട്ട് മറ്റേതെടുക്കാം. എടാ മയക്കേട്ട നിങ്ങൾ എന്താക്കുക, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഈ എക്സാമ്പിൾ ഒക്കെ ഓർത്ത് വെക്കണം. ഇവിടെ എന്താ ഫ്രീ ഫോൾ വരുന്നുണ്ട്, ബൈക്സ് മൂവ്സ് വിത്ത് ഡിഫറെന്റ് സ്പീഡ് വരുന്നുണ്ട്. കാരണം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി കൊടുത്താൽ മതി. ടീച്ചർ വിൽ ഗെറ്റ് ഇംപ്രസ്ഡ്. നല്ല ഇംപ്രഷൻ വരും നിങ്ങളിൽ. ആ ക്വസ്റ്റ്യൻ നിങ്ങളെ ആൻസർ ഷീറ്റ് കാണുമ്പോൾ. ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെയും പറയാനുണ്ട്. സോ നമ്മൾ അടുത്തതിലേക്ക് പോയി കൂടാ. അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താടാ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ യൂണിഫോം മോഷൻ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ എന്താണ് യൂണിഫോം ആക്സിലറേഷൻ? യൂണിഫോം മോഷൻ പഠിച്ചില്ല, അതുപോലെ തന്നെ. പക്ഷെ ഒരു സാധനമാണ് സിമ്പിൾ ആയിട്ട് വരുന്നത്. എന്താ, നമുക്ക് ആദ്യം തിയറി നോക്കാം, എന്നിട്ട് അതിലേക്ക് പോയി കൂടെ യെസ് പോവാം. When object changes equal amount, എഴുതിയെടുത്തോ, velocity in equal amount of velocity in equal interval of time. Simple. And when object changes equal amount of velocity in equal interval of time. അതേ സ്ഥാനത്ത് ഇവിടെ വരുമ്പോൾ നോൺ യൂണിഫോമിൻ്റെ അകത്ത് വരുമ്പോൾ എന്താടാവുക? when object changes different amount of velocity in equal interval of time. Different amount of velocity in equal interval of time. വീണ്ടും നമ്മളെ കഥാനായകൻ വരുന്നത് ഇത്തവണ എന്തെടുത്തിട്ടാണ് വരുന്നത്? ലംബോർഗിനി. ഏതാ ലംബോർഗിനി? എൻ്റെ ലംബോർഗിനി എടുത്തിട്ട് അതിൻ്റെ മോള് കയറി ഇരുന്നിട്ടാണ് ആര് വരുന്നത്? ഇത് തൽക്കാലം ലംബോർഗിനിയാണെന്ന് വിചാരിക്കുക. ലംബോർഗിനി എടുത്തിട്ടാണ് ആര് വരുന്നത്? നമ്മളെ കഥാനായകനായിട്ടുള്ള കുട്ടപ്പൻ വരുന്നത്. ഇന്നത്തെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ ഈ ചാപ്റ്റർ മൊത്തം കുട്ടപ്പൻ നോക്കി. ലംബോർഗിനി എടുത്തിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് വരക്കാം. ഞാൻ പറഞ്ഞത് ഒബ്ജക്റ്റ് ചേഞ്ചസ് ഈക്വൽ എമൗണ്ട് ഓഫ് വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഈ ടൈമിൽ ഇവിടെ 5 മീറ്റർ ഈ ഇന്റർവെല്ലിന് കുട്ടപ്പന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ, കുട്ടപ്പൻ റെസ്റ്റിലാണ്. പിന്നെ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതെന്തായി, 5 മീറ്റർ പെർ സെക്കൻഡ് ആയി എന്ത് അതിന്റെ വെലോസിറ്റി. പിന്നെ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായി, 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. പിന്നെ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായി, 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. അങ്ങനെ ഓരോ 5 സെക്കൻഡ് കഴിയും തോറും അതിന്റെ വെലോസിറ്റി എന്തായി, ഇങ്ങനെ 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് കൂടാൻ തുടങ്ങി. ഇതാണ് എന്ത് മീൻ ചെയ്യുന്നത്? when object changes equal amount of velocity. ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് കൂടിപ്പോകുന്നത്. അതാണ് ഈക്വൽ എമൗണ്ട് ഓഫ് വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓരോ 5 സെക്കൻഡ് കൂടുമ്പോൾ ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് ഇല്ലാതെ അതിന്റെ എന്ത് പോകുന്നത് അതിന്റെ വെലോസിറ്റി പോകുന്നത്. അപ്പൊ എക്സാമ്പിൾ എഴുതിക്കൂടെ? എന്താണ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കാർ സ്പീഡിങ് അപ്പ്. സ്പീഡ് കൂട്ടി വരികയല്ലേ. 0 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആയി, 10 മീറ്റർ പെർ സെക്കൻഡ് ആയി, 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. അതെങ്ങനെയാ, ഒരു കോൺസ്റ്റന്റിലല്ലേ, ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് അല്ല കൂടി വരുന്നത്. അപ്പൊ സ്പീഡിങ് അപ്പ് സ്റ്റഡിലി എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എന്താ, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൂടി വരുന്നതെന്ന് അർത്ഥമുള്ളൂ. സ്റ്റഡിലി ബൈ 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എന്താ
എന്താ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അപ്പൊ എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റണമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് സിമ്പിൾ അല്ലേ, കാർ സ്പീഡിംഗ് അപ്പ് വിത്ത് സ്റ്റെഡിലി ബൈ 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സിമ്പിൾ അല്ലടാ, ഇത് പഠിച്ചു ഇത് പഠിച്ചു, നേരത്തെ പഠിച്ചതിൽ ജസ്റ്റ് ഒരു വ്യത്യാസമുള്ളൂ, എന്താ ചേഞ്ചസ് ഈക്വൽ എമൗണ്ട് ഓഫ് വെലോസിറ്റി ആണെന്നേ ഉള്ളൂ. സോ ഇത് മനസ്സിലായില്ലേ. ഇനിയിപ്പോ നോൺ യൂണിഫോം മോഷൻ എടുക്കുകയാണെങ്കിൽ ഈ കാർ എന്താകുന്നത്, ബ്ലോക്കിലാ കുട്ടപ്പൻ ലംബോർഗിനി ഇട്ട് പെട്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഓരോ 5 സെക്കൻഡ് കൂടുമ്പോൾ അയാൾക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടി കൂട്ടി പോകാനാവോ? ഇടയ്ക്ക് ഇവിടെ എന്താകുന്നുണ്ട്, ഇവിടെ 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടെ 5 മീറ്റർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും എന്താകുന്നുണ്ട്, ഇത് 0 ആകുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിർത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഇന്റർവെല്ലും എന്താകുന്നുണ്ട്, അവിടെ വേരി ചെയ്യുന്ന വെലോസിറ്റിന്റെ എമൗണ്ട് എന്താകുന്നുണ്ട്, ഡിഫറെന്റ് ആണുണ്ട്. അതാ പറഞ്ഞത്, ഇടയ്ക്ക് 5 ഇടയ്ക്ക് അത് 5 വെച്ച് കൂടിപ്പോന്നല്ല, ഇടയ്ക്ക് കുറയുന്നുണ്ട് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് കൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എഴുതി കൂടെ. എന്താ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ മൂവിങ് ഇൻ ട്രാഫിക്കിന്റെ അകത്ത് കാർ മൂവ് ചെയ്യുന്നത് ഇതിന്റെ എക്സാമ്പിളാ. കാരണം വെച്ചാൽ അതിന്റെ സ്പീഡ് കൂടിയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഇന്റർവൽ ഓഫ് ടൈം സെയിം ആണെങ്കിലും അതിന്റെ ചേഞ്ച് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വെലോസിറ്റി എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇത്രയേ ഉള്ളൂ എന്ത്, യൂണിഫോം ആക്സിലറേഷനും നോൺ യൂണിഫോം ആക്സിലറേഷനും. ഇതിന് നമുക്ക് എന്താക്കാം, ഒരു എക്സാമ്പിൾ കൂടി പറയാണ്ട് ഞാൻ മയക്കട്ടെ, ഒരു എക്സാമ്പിൾ കൂടി പറയാണ്ട് മയക്ക. ഇതിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇതിൽ യൂണിഫോം ആക്സിലറേഷൻ എക്സാമ്പിൾ ആണ് എന്ത് ഫ്രീ ഫോൾ. അതെന്താന്ന് ഫ്രീ ഫോൾ പറയാമെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതേ സ്ഥാനത്ത് മറ്റേ നോൺ യൂണിഫോം മോഷൻ ആണ് ഫ്രീ ഫോൾ എക്സാമ്പിൾ, യൂണിഫോം ആക്സിലറേഷൻ ആണ് ഫ്രീ ഫോൾ എക്സാമ്പിൾ. അത് ഫ്രീ ഫോൾ മറ്റേതും ഇത് മാറിപ്പോകുന്നത്, ഇവിടെ യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ അവിടെ നോൺ യൂണിഫോം മോഷന്റെ അകത്താണ്. ആൻഡ് ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ഒരു 2 എക്സാമ്പിൾ ഒക്കെ എഴുതാൻ ചോദിക്കൂട്ടോ, ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കൂട്ടോ. എക്സാമ്പിൾ എഴുതാൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM എന്ന് പറയും. ഈ SHM മോഷൻ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ മോഷൻ ഓഫ് എ പെൻഡുലം കണ്ടില്ല നിങ്ങൾ? പഴയ ക്ലോക്ക് കണ്ടിട്ടില്ലേ? ആ പഴയ ക്ലോക്കിൽ ഇങ്ങനെ ടിങ് 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 അല്ല ടിങ് 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 എന്ന് പറഞ്ഞ ആടുന്ന ഒരു സാധനമില്ലേ? അത് നിങ്ങൾ നോക്ക്. ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 എന്ന് വെച്ചാൽ അവിടെ റെസ്റ്റില്ല. നമ്മൾ നേരെ സെക്കൻഡ് ചാപ്റ്ററിൽ സെക്കൻഡ് വീഡിയോ പറയുന്നുണ്ട്, ടോപ്പ് എത്തുമ്പോൾ ആ റെസ്റ്റില്ല. പിന്നെ ഇങ്ങനെ കൂടി വന്ന് കുറഞ്ഞ് മുകളിലെത്തുമ്പോൾ നിന്ന് കൂടി വന്ന് പെൻഡുലം ഇങ്ങനെ അല്ല ആടുക. എന്ന് വെച്ചാൽ ഇവിടെ വെലോസിറ്റി 0 ആയി, പിന്നെയും കൂടി വന്ന് വീണ്ടും 0 ആയി, പിന്നെയും കൂടി വന്ന് വീണ്ടും 0 ആയി. അങ്ങനെ കളിക്കൂല. അപ്പൊ വെലോസിറ്റി എന്താ ചേഞ്ച് ചെയ്യുന്നില്ല, ഡിഫറെന്റ് എമൗണ്ട് ഓഫ് വെലോസിറ്റി അല്ലെ ചേഞ്ച് ചെയ്യുന്ന ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡുലത്തിന്റെ മോഷനാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അല്ല, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ് മോഷൻ ഓഫ് എ പെൻഡുലം. നിങ്ങൾക്ക് ഇത്ര എഴുതി കൂടെ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലടാ. സോ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോയി കൂടെ? ലെറ്റ്സ് ഗോ. എടാ അടുത്ത നമുക്ക് എന്തിലേക്ക് പോകാം? ഇത്രയേറെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ട് എന്തിലേക്ക് പോകാം? എന്താണിത്? യെസ്, ദിസ് ഈസ് ഫ്രീ ഫോൾ. ഫ്രീ ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡിംഗ് ആദ്യം വരക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ ഇങ്ങനെ കുറേ തട്ടുണ്ട് ഇങ്ങനെ കുറേ ഇത് ബിൽഡിംഗ് ആണ് വെക്കുക. നല്ല കുറേ തട്ടുള്ള ബിൽഡിംഗ് ആണ്. ആൻഡ് ഈ ബിൽഡിങ്ങിന്റെ അടിയാണ് ഇത്. സോ ഇവിടെ ആര് നിൽക്കുന്നുണ്ട്? കുട്ടപ്പനല്ല, കുട്ടപ്പന്റെ ഗേൾഫ്രണ്ട് നിൽക്കുന്നുണ്ട്. കുട്ടപ്പൻ എവിടെയാ നിൽക്കുന്നത്? ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അവര് തമ്മിൽ എന്തായിരുന്നു? ഭയങ്കര പിണക്കത്തിലായിരുന്നു. അതുകൊണ്ട് കുട്ടപ്പൻ എന്ത് പണിയെടുത്ത്, വലിയൊരു കല്ലെടുത്ത് എന്താക്കുക, നേരെ താഴേക്കിടുക. ഈ താഴേക്കിടുമ്പോ ഇവിടെ എയറൊന്നുമില്ല. എയർ റെസിസ്റ്റൻസിന് എന്താക്കുക, നെഗ്ലക്ട് ചെയ്യുക. എയർ റെസിസ്റ്റൻസ് ഇല്ല എന്ന് വിചാരിക്കുക, നെഗ്ലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അതിന് മുകളിലേക്ക് ഒരു കല്ലിന്റെ മോഷൻ എതിർക്കുന്ന ഒരു റെസിസ്റ്റൻസ് അവിടെ ഇല്ല, തൽക്കാലം നെഗ്ലക്ട് ചെയ്യുക. അത് നെഗ്ലക്ട് ചെയ്തെടുക്കുക. സോ ഈ കല്ല് താഴേക്കിടുന്നേരുള്ള മോഷൻ ഇല്ലേ, ആ മോഷൻ താഴേക്കല്ലേ വരുന്നത്? എന്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ കല്ല് താഴേക്ക് വരുന്നത്? ഗ്രാവിറ്റീന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്. യെസ്, ആ ഗ്രാവിറ്റീന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് താഴേക്ക് വരുന്ന മോഷനെയാണ് എന്ത് പറയുന്നത്? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഫ്രീ ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ motion of a object falling under the
അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഈ ഗ്രാവിറ്റീൻ്റെ ഇൻഫ്ലുവൻസിൽ ഒബ്ജക്റ്റ് ഫാളിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ് എന്ത് പറയുന്നത്? പ്ലക്കോ എന്ത് പറയുന്നത് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഫ്രീ ഫോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ഒബ്ജക്ട് ഫാളിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. സിമ്പിൾ അല്ലടാ. എടാ ഇത്ര എഴുതിയാലൊന്നും എന്ത് കിട്ടില്ല? 2 മാർക്കൊന്നും കിട്ടത്തില്ല. സോ നിങ്ങൾക്ക് എന്തും കൂടി എഴുതണം. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എഴുതൽ മാത്രമല്ല അറിയലാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഒബ്ജക്റ്റ് ഇൻ ഫ്രീ ഫോളിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ് എന്താവുന്നുണ്ട്? ഈ ഫ്രീ ഫോളിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് എന്താവുന്നുണ്ട്? എക്സ്പീരിയൻസ് ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത് നമ്മൾ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മൾ എന്തെടുക്കുന്നത്? അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിന് ഗ്രാവിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ആ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ആ ആക്സിലറേഷൻ എത്രയാ? G = 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരി ഇട്ട് തരും, 2 മാർക്ക് ഇട്ട് തരും. സോ എന്താക്കുക? ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് എ ഒബ്ജക്റ്റ് ഫാളിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അവിടെ എയർ റെസിസ്റ്റൻസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അതിനെ എതിർക്കുന്ന ഒരു മോഷനും ഇല്ല എന്ന് വിചാരിക്കുക. താഴോട്ടേക്ക് വരുമ്പോൾ അങ്ങനത്തെ മോഷനാണ് എന്ത്? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. And an object in free fall experience acceleration is equal to 9.8 meter per second square. സിമ്പിൾ അല്ലേ? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ആക്സിലറേഷൻ ഫ്രീ ഫോൾ ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റണം? ഒന്ന് പറഞ്ഞു നോക്ക്. ഇത് കാണുന്നുണ്ടോ? ഒന്ന് കാണാണ്ട് പറഞ്ഞു നോക്ക്. പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്താക്കുക? ഒന്ന് പഠിച്ചു നോക്ക്. ഇപ്പം തന്നെ പഠിച്ച പെട്ടെന്ന് തലേക്കാരും. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കൂടാ വായിക്കട്ടെ. എടാ അടുത്ത ടോപ്പിക് എന്താ? അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ടോപ്പിക്കിലേക്ക് എടുത്ത് കടക്കാൻ പോവുകയാണെങ്കിൽ പോലും അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വലിയ ടോപ്പിക്കാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ അതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് കൈവശത്താക്കി എടുക്കാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ടോപ്പിക്കാണ്. ബട്ട് ഇതിൽ എന്ത് വരുന്നുണ്ട്? ഡെറിവേഷൻ വരുന്നുണ്ട്. ഈ ഡെറിവേഷൻ ആണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കറിയാം. ഞാൻ 10ാം ക്ലാസ്സും +1 തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് സാധനമാണ് എന്ത്? ഈ പടത്തിൽ ഇക്വേഷൻ ഓഫ് മോഷന്റെ ഡെറിവേഷൻ. പണ്ട് 10ാം ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ തരുന്നു, അതിൽ നിന്ന് ന്യൂമറിക്കൽ എന്തെങ്കിലും ചോദിക്കുന്നു, അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നു, എഴുതുന്നു. അതേ സ്ഥാനത്ത് +1 എങ്ങനെയാ? നമ്മൾ വലിയ ഇക്വേഷൻ ഒക്കെ എന്താക്കണം? ഡിറൈവ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും എന്താക്കണം? ന്യൂമറിക്കൽ ചെയ്യണം. സോ ആ ഡെറിവേഷൻ നിങ്ങൾക്ക് ഒരു പുതുമയുള്ളതായിരിക്കും. ആ ഡെറിവേഷൻ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. സോ ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് പോവാം. അതിൽ നിന്നുള്ള ഇക്വേഷൻസ് നോക്കാം, അതിൽ നിന്നുള്ള ന്യൂമറിക്കൽ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ഡെറിവേഷൻസ് കാണാം. എന്നിട്ട് മൊത്തത്തിൽ ഒരു വലിയ ന്യൂമറിക്കൽ കൂടിയും ചെയ്ത് നമുക്ക് എന്താക്കാം? ഈ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ പോയിക്കൂടാ ലെറ്റ്സ് ഗോ. എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ? ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് മോഷന്റെ. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം. ഇതിനെയൊക്കെ എന്താക്കുന്നത്? ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് എന്ന് പറയാ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയാ. ഈ തിയറി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തൊന്നുമില്ല. ബട്ട് ഇതൊന്നും ഇല്ലല്ലോ. ഇത് വായിച്ചോക്ക്. ദീസ് ആർ ദ ഫോർമുല ടു ഡിസ്ക്രൈബ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം. ഇതാണ് എസ്പെഷ്യലി അണ്ടർ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സിലറേഷൻ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ചേഞ്ച് ആകുന്ന മോശമല്ല. യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. എന്താ നിങ്ങൾക്ക് അറിയാലോ. സോ ആ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ അകത്ത് വരുന്ന ഇക്വേഷൻസ് ആണ് എന്ത്? ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ എന്താക്കുക? ഞാൻ ഒരു കാര്യം വിട്ടുപോയി. അയ്യോ, എന്താ അതിൽ കുറച്ച് സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച ഫൈനൽ വെലോസിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് V, ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് U, ആക്സിലറേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് A, ടൈമിന് T, ഡിസ്പ്ലേസ്മെന്റിന് S. ഇത് നിങ്ങൾക്കറിയാം. ഇതെന്താക്കുക? ഒന്ന് ജസ്റ്റ് ആയിട്ട് എഴുതി അവിടെ വെച്ചേക്ക്. അതിപ്പോൾ എക്സാമിനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതങ്ങ് എഴുതി വെച്ച് തുടക്കം തന്നെ ഇങ്ങനെ അങ്ങ് തുടങ്ങും. ദ ഫോർമുല ടു ഡിസ്ക്രൈബ് റിലേഷൻ ബിറ്റ്വീൻ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓ മൈ ഗാഡ്, ഇവ ഭയങ്കര പുള്ളിയാണല്ലോ എന്ന് നോക്കുന്നവർക്ക് തോന്നും. സോ ഇതെന്താക്കുക? ഇതൊന്നും പഠിക്കാൻ കൂടി ഇല്ലാലോ. നിങ്ങൾക്ക് ഇന്നെ വായിച്ചു നോക്കിയാൽ തന്നെ കലാകാലം ഓർമ്മ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ മോഷനിലേക്ക് പോവാം. സോ ഇത് മയക്കാട്ടെ. റെക്കോർഡ് ആവുന്നുണ്ടോടാ? യെസ് ആവുന്നുണ്ട്. മയക്കട്ടെ.
ഇത് മയക്കാം. ഇനിയിപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ പറയുമ്പോൾ ഞാൻ അതിൽ ഇക്വേഷൻ എഴുതും, അതിൻ്റെ എന്താക്കും, അത് ഡീറ്റെയിൽ ചെയ്യും, ആൻഡ് അതിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യും, ആൻഡ് എന്താക്കൂടാ അത് നിങ്ങൾ പഠിക്കും. അങ്ങനെ അങ്ങ് പോയാൽ പോരെ. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ v is equal to u plus at. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. v എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, u എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, a എന്ന് വെച്ചാൽ ആക്സിലറേഷൻ, t എന്ന് വെച്ചാൽ ടൈം. ഈ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ ദീസ് ആർ ദ റിലേഷൻ ബിറ്റ്വീൻ, ഞാൻ പറഞ്ഞു ഇക്വേഷൻ ഓഫ് മോഷൻ, ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ, അതൊക്കെ ഞാൻ പറഞ്ഞു. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് എന്താക്കാം, നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും അറിയാം, ആക്സിലറേഷനും അറിയാം, ടൈമും അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടൂലേ. അപ്പൊ ഇത് ഫൈനൽ വെലോസിറ്റി കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്, ഫസ്റ്റ് ഇക്വേഷൻ മോഷൻ. ബട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സിലറേഷൻ അറിയാമെങ്കിൽ അതിന്റെ അതിന്റെ എത്ര ടൈം കൊണ്ടാണ് ആ മോഷൻ നടന്നതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടൈമും ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും അറിയാമെങ്കിൽ അത് എത്ര ആക്സിലറേറ്റഡ് മോഷനിൽ അത് പോയെന്ന് പറയാൻ പറ്റും. സോ ഈ ഇക്വേഷൻ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അറിയാം, ഞാൻ ഫിസിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഫിസിക്സ് എന്ന് വെച്ചാൽ ദിസ് ഈസ് ഹൗ, അല്ലെങ്കിൽ ഹെൽപ്പ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ തിങ്സ്. ഇത് നോക്കി നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷനും ടൈം അറിഞ്ഞോളൂ, അത് എത്ര ഫൈനൽ വെലോസിറ്റിയില്ല അവിടെ എത്തും, എത്ര ഫൈനൽ അവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര ടൈമിൽ അവിടെ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി നമുക്ക് എന്താക്കാം, ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ റോക്കറ്റ് നേരെ വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്ര വെലോസിറ്റിയിൽ എത്തുക, അല്ലെ ഇതിന് എത്ര ടൈം എടുക്കും, അങ്ങനെയൊക്കെ കാണുന്നത് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. സോ അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോക്കറ്റ് ഒന്നല്ല കേട്ടോ, നേരെ പോകുന്ന റോക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഇത് കാണാൻ ഇത്രയേ ഉള്ളൂ എങ്കിലും ഇതിന്റെ യൂസ് എത്രയാടാ, വലിയതാടാ. അതാ ഞാൻ പറഞ്ഞ ഫിസിക്സ് ഈസ് എവ്രിവെയർ, ഫിസിക്സ് ആണ് എവ്രിതിങ്. സോ നമുക്ക് ഇതിലെ ബാക്കിയിലേക്ക് പോയി കൊടുക്കുക. ഇതിലൊരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മിന്നൽ വേള, അയ്യോ, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. നമ്മളെ കഥാനായകൻ വീണ്ടും എത്തിയിരിക്കുന്നു. കുട്ടപ്പൻ എവിടെ നിന്ന്, കുട്ടപ്പൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, എഴുതിയെടുക്കേടാ നോക്കി കഥ. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് accelerates 2 meter per second square. അതാണല്ലോ അതിന്റെ യൂണിറ്റ്. for 5 seconds. Calculate its final velocity. ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ +1 +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഡിഫിക്കൽട്ടായിട്ട് വരും എന്താ, ഇങ്ങനത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അത് അവർക്ക് എന്തുകൊണ്ട് ഡിഫിക്കൽട്ട് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തുടക്കം മുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് അതിൻ്റെ ഒരു ടഫ്നെസ് ഒക്കെ കണ്ട് അവരങ്ങ് നിർത്തിപ്പോവുക ചെയ്യുക. പിന്നെ അതിലേക്കുള്ള ഇൻട്രസ്റ്റ് പക്കാ പോവും. അതേ സ്ഥാനത്ത് ഇപ്പം നിങ്ങൾക്ക് +1 +2 ന്യൂമറിക്കൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ അതിനെന്ത് വേണം, നല്ല മാർക്ക് മേടിക്കണമല്ല, എൻട്രൻസിനൊക്കെ പോകുകയാണെങ്കിൽ ന്യൂമറിക്കൽ എന്തായാലും വേണം. സോ നമ്മൾ സിമ്പിളിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ന്യൂമറിക്കൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫിഗറാക്കി മാറ്റാം. എല്ലാ ക്വസ്റ്റ്യനും ഫിഗറാക്കി മാറ്റാൻ പറ്റുന്നതായിരിക്കില്ല, ബട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫിഗറാക്കി മാറ്റാൻ നോക്കുക ആദ്യം. എന്നാൽ തന്നെ അത് 50% ന്യൂമറിക്കൽ സോൾവ് ആയി എന്നതിൻ്റെ അർത്ഥം. പിന്നെ അതിൽ നിന്ന് തന്ന വാല്യൂസും അതിൽ ഒളിഞ്ഞിരിക്കുന്ന സാധനങ്ങളും ഉണ്ടാവും. തന്ന വാല്യൂസും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതും എടുത്തെഴുതാൻ പറ്റുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 90% കഴിഞ്ഞ്. പിന്നെ 10% മാത്രമേ ഈ കാൽക്കുലേഷൻ വരുന്നുള്ളൂ. അപ്പൊ എന്താ, ഈ 50% ആയിട്ടുള്ള കുട്ടപ്പ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ഇങ്ങനെ കുട്ടപ്പ റെസ്റ്റിൽ ഇരിക്കുന്നൊന്നും വരക്കേണ്ടതാ. ഇതാ കുട്ടപ്പ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റഡ് 5 seconds എന്ന് വെച്ചാൽ കുട്ടപ്പ ഇവിടുന്ന് റെസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്ത്. അത് ഓക്കെ, ആക്സിലറേറ്റഡ്. അപ്പൊ ഇതിന്റെ ആക്സിലറേഷൻ 2 meter per second square ആണ്. എത്ര നേരത്തേക്ക്, 5 seconds നേരത്തേക്ക്. ഇങ്ങനെയൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിന് അതാ പറയുക, ഇത് എല്ലാത്തിലും വരക്കണം എന്നൊന്നും ഉണ്ടാവത്തില്ല. ഇതിന് ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട്. ബട്ട് നമുക്ക് ഇവിടുന്ന് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ആക്സിലറേഷൻ തന്നിക്ക് എത്രയാ, 2 meter per second square. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ക്വസ്റ്റ്യൻ അല്ല, ബട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. അതുകൊണ്ട് പറയാം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. ഈ സാധനം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് ന്യൂമറിക്കലും ചെയ്യാൻ പറ്റും. ഐ ആം 100% ഷുവർ. ഇങ്ങനെ തന്നെ തുടങ്ങാം. ഇത് നിങ്ങളെ +1 ആണ് തുടക്കം. ഇങ്ങനെ തന്നെ തുടങ്ങാം. നമുക്കിപ്പോൾ ആക്സിലറേഷൻ തന്നു, ടൈം തന്നു, എത്രയാ, 5 seconds. ആൻഡ് ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. കുട്ടപ്പ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റിലാണ് തുടങ്ങിയത്.
റെസ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം എന്നാ, റെസ്റ്റിൽ നിന്നാണ് തുടങ്ങിയെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണാ? 0 മീറ്റർ/സെക്കൻഡ്. ഞാൻ പറഞ്ഞു റെസ്റ്റിലായിരിക്കും അതിന് എന്തുണ്ട്, വെലോസിറ്റി എത്രയാ? 0. സോ അതിന്റെ വെലോസിറ്റി 0. അതാ ഞാൻ പറഞ്ഞു, ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തേര്. ആൻഡ് നമുക്ക് ഇനി എന്താ കാണേണ്ടത് വി ആണ്. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. സിമ്പിൾ. അപ്പോ നിങ്ങൾ കണ്ട് എ കിട്ടി, ടി കിട്ടി, യു കിട്ടി, വി കാണണം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത് തമ്മിലുള്ള റിലേഷൻ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഒരു റിലേഷൻ ഉണ്ട്. സിമ്പിൾ. യു നമുക്കറിയാം, എ നമുക്കറിയാം, ടി നമുക്കറിയാം. കൊടുത്തോളി. യു എത്രയാ? 0 പ്ലസ് ആൻഡ് എ എത്രയാ? 2 ആൻഡ് ടി എത്രയാ? 5. അപ്പൊ ഇതെത്ര കിട്ടും? വി ഈസ് ഈക്വൽ ടു 2 × 5 10 മീറ്റർ/സെക്കൻഡ്. സിമ്പിൾ. ഇത് വളരെ സിമ്പിൾ ന്യൂമറിക്കലാണ്. സോ സിമ്പിൾ എന്നല്ലേ നമ്മൾ ഡിഫിക്കൽട്ടിലേക്ക് പോവാ. നമ്മൾ ഹാർഡ് ലെവൽ വരെ ചെയ്യുന്നുണ്ട്. സോ സിമ്പിൾ തുടക്കം. ഇത്രയേ ഉള്ളൂ എന്ത്, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി നമുക്ക് സെക്കൻഡിലേക്ക് പോയി കൂടെ? യെസ്, പോവാം. അടുത്ത സെക്കൻഡിലേക്ക് പോയി കൂടാ. പോവാം. യെസ്, ഈ ക്വസ്റ്റ്യൻ മയക്കണ്ട, എൻ്റെ ആൻസർ മയക്കാം. സോ നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ അതിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾ ഇത് എഴുതി എടുക്കട്ടോ. അയ്യോ, ഇതെന്തുവാ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കള്ളിയിലാക്കിക്കോ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ, യൂണിഫോം ആക്സലറേഷൻ മോഷനിൽ, സർക്കുലർ മോഷൻ എന്നോട് അറിയാണ്ട് പറഞ്ഞു കേട്ടോ. യൂണിഫോം ആക്സലറേഷൻ മോഷനിൽ നമുക്ക് എന്ത് കാണാൻ, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്, യു ആക്സലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് വെച്ചാൽ ടി ഈസ് ഈക്വൽ ടു ടൈം. നമുക്ക് ഇതിൽ നിന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്താൽ ഇതിന്റെ ബാക്കി കൂടി മനസ്സിലാവും. കുട്ടപ്പ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റഡ് 2 മീറ്റർ/സെക്കൻഡ് ഫോർ 5 സെക്കൻഡ്. ഫൈൻഡ് is displacement covered in 5 സെക്കൻഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. 6 അല്ല 5. ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ഇൻ 5 സെക്കൻഡ്. നമ്മൾ പറഞ്ഞു ആദ്യം ഇതിനെ ഫിഗറാക്കി മാറ്റണം. ഫിഗറാക്കി മാറ്റി, ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻ ഒന്നും ഫിഗറാക്കി മാറ്റിക്കില്ലെങ്കിൽ പ്രശ്നമില്ല. ഫിഗറാക്കി മാറ്റുമ്പോൾ നിങ്ങളെ സാധനം ഒന്നുകൂടി കൺസെപ്റ്റ് മനസ്സിലാവും. സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് നിന്ന് തുടങ്ങി. ആക്സിലറേറ്റഡ്, അപ്പോൾ ഇതിന്റെ ആക്സിലറേഷൻ 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ഫോർ 5 സെക്കൻഡ്. നമ്മളോട് ചോദിച്ചാൽ ഫൈൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. എസ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒക്കെ എഴുതിക്കോ. എന്താ തന്നെ? ആക്സിലറേഷൻ 2 മീറ്റർ/സെക്കൻഡ് ചെയ്യേണ്ടതാണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഇത് ഫിഗർ ഒന്നും ഇല്ലാത്തോണ്ടാട്ടോ ഞാൻ അടുത്തയിലേക്ക് വരുമ്പോൾ ഫിഗറിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരാം. ടൈം തന്നു 5 സെക്കൻഡ്. 5 സെക്കൻഡിലാണ് ഡിസ്പ്ലേസ്മെന്റ് കാണേണ്ടത്. അപ്പോൾ 5 സെക്കൻഡിൽ തന്നു. വീണ്ടും എന്താ തന്നെ? ഒളിഞ്ഞിരിക്കുന്ന സാധനം സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് യു ഈസ് ഈക്വൽ ടു 0 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അതുവരെ ഓക്കെ അല്ലേ? ആൻഡ് നമുക്ക് കാണേണ്ടത് എന്താ? ഇവിടെ എസ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ. യുവും ടിയും എയും അറിയാമെങ്കിൽ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടല്ലോ എസ് കാണണ്ടേ. അതേതായിരുന്നു? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സിമ്പിൾ. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോ. എസ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി, 0 ഇൻറ്റു ടി. 0 ഇൻറ്റു 5 എത്രയാ? 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാ? 2 അല്ലേ? 2 ഇൻറ്റു ടി എത്രയാ? 5 അല്ലേ? 5ന്റെ സ്ക്വയർ. ഈ 2ഉം വെട്ടിപ്പോയി. 5ന്റെ സ്ക്വയർ 25. സോ 25 മീറ്റർ. എസ് ഈസ് ഈക്വൽ ടു. സിമ്പിൾ. ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പക്ഷെ കുറച്ചുകൂടി ലെവൽ കൂടുതലായിരിക്കും. ഇത് വളരെ ഈസിയാണ്. തുടക്കം നമുക്ക് ഈസി അല്ലേ വേണ്ടു. സോ അടുത്ത ഇക്വേഷനിലേക്ക് പോയിക്കൂടെ? അടുത്ത ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്ര നേരം ചെയ്തതിൽ, ഇത്ര നേരം കണ്ട ഇക്വേഷൻ ഓഫ് മോഷൻ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നേരം ചെയ്ത ഇക്വേഷനിൽ നമുക്ക് ടൈം വേണം. അപ്പം മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ദ റിലേഷൻ വിത്തൗട്ട് ടൈം ഇൻഡിപെൻഡന്റ് ആയ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എന്ത് മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. എന്താ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഓഫ് മോഷന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ടൈം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ എവിടെ ഓടിയെത്തണം? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു
u² plus 2as. ഈ റിലേഷന്റെ പ്രത്യേകത എന്താ? വിത്തൗട്ട് ടൈം ആണ്. റിലേഷൻ വിത്തൗട്ട് ടൈം ആണ്. എന്ത്? u² അല്ല v² u² plus 2as. v² എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി, u². ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാലോ നല്ല രസം ഉണ്ടാവില്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും നമ്മളെ കഥാനായകൻ കുട്ടപ്പൻ. ഇത്തവണ കുട്ടപ്പൻ വെറൈറ്റിക്ക് എന്താക്കി? ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. ത്രോൺ എ ബോൾ അപ്വാർഡ്സ്. മുകളിലേക്ക് എറിഞ്ഞു വിത്ത് വെലോസിറ്റി എത്ര കൊടുക്കാം? 20 m/s കൊടുക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഹൈ will it go? How high will it go? എത്ര ദൂരം അത് പോവും എന്നുള്ളത്. ഇതിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ കുട്ടപ്പൻ ത്രോൺ എ ബോൾ അപ്വേർഡ്സ് വിത്ത് വെലോസിറ്റി തന്നിക്ക് ഹൗ ഹൈ എത്ര ദൂരത്ത് പോകുന്നാ ചോദിച്ചത്. സോ നമുക്ക് തിരിഞ്ഞു ഇതെന്ത് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ളതാണെന്ന്. സോ ആദ്യം ഇങ്ങനത്തെ ഇതിനാണ് ഫിഗർ വരക്കാൻ പറയുന്നത്. കുട്ടപ്പൻ ത്രോൺ എ ബോൾ, ഒരു ബോള് അപ്വേർഡ് മുകളിലോട്ടേക്ക് ഓക്കെ, വിത്ത് 20 m/s. ഓക്കെ, ഹൗ ഹൈ വിൽ ഇറ്റ് ഗോ? എത്ര ദൂരം അത് പോവും? എസ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഇതാണ് ഫിഗറിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഫിഗറിന്റെ ഇമ്പോർട്ടൻസിലേക്ക് വരുന്ന സോ നമുക്ക് എസ് ആ കണ്ടത്. ഇനിയിപ്പോ തന്ന കാര്യങ്ങൾ എഴുതിയെടുത്തോ, അതല്ലേ നമ്മൾ ചെയ്യണ്ടേ? ഇതാ വിത്ത് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിഞ്ഞതിന്റെ വെലോസിറ്റി. അപ്പൊ അതെത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി 20 m/s. ഓക്കെ, നമുക്ക് പിന്നെ തന്നിരിക്കുന്ന എന്താ? ഒന്നും തന്നിട്ടില്ല. ആൻഡ് ഇതിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. കുട്ടപ്പൻ ത്രോൺ എ ബോൾ അപ്വാർഡ്സ് വിത്ത് വെലോസിറ്റി ഹൗ ഹൈ വിൽ ഇറ്റ് ഗോ? നമ്മൾ ബോൾ ചാടി ഏറ്റവും ടോപ്പെത്തുന്നേരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിക്കുന്നത്? ഏറ്റവും ടോപ്പെത്തിയതിന്റെ ഡിസ്റ്റൻസ് അല്ലേ ഇത് ചോദിക്കുന്നത്? അതല്ലേ മാക്സിമം ഡിസ്റ്റൻസ്. ഹൗ ഹൈ, മാക്സിമം ഹൗ, എത്ര ഹൈറ്റിൽ എത്തി എന്നുള്ളത്. ഏറ്റവും ഹൈറ്റിൽ ആ ബോൾ പോയി നിൽക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? അവിടെ പോയി നിൽക്കുക അല്ലേ? അത് നിൽക്കുമ്പോൾ അത് റെസ്റ്റിലല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒരു ബോളില് ബോള് ഇങ്ങനെ എറിഞ്ഞ് മോളിൽ പോയി നിൽക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? അത് റെസ്റ്റിലല്ലേ? അതിന് എന്തെങ്കിലും ഒരു വെലോസിറ്റി ഉണ്ട്, അത് കുറച്ചുകൂടി മുകളിലോട്ടേക്ക് പോകില്ലേ? സോ അവിടെ ഒരു വെലോസിറ്റി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 m/s. കാരണം ഒരു ബോള് എന്തെങ്കിലും ഒരു വെലോസിറ്റി ഉണ്ടാകും, കുറച്ചുകൂടി മുകളിലോട്ടേക്ക് പോകില്ലേ? അപ്പൊ വെലോസിറ്റി ഒക്കെ പോയി അത് ഏറ്റവും മുകളിലെത്തും. അതിന്റെ വെലോസിറ്റി എത്രയാ? 0 m/s. അപ്പൊ ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്തായിരുന്നു ഇവിടെ? വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 m/s. സോ പിന്നെ നമുക്കൊരു കാര്യം അറിയാം. ബോൾ മുകളിലേക്ക് പോകുമ്പോ അതിന്റെ മുകളിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാവില്ലേ? ആ ആക്സിലറേഷൻ എന്താ? ആ ആക്സിലറേഷൻ ആണ് എന്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s. ബട്ട് ഇവിടെ എന്താ? നെഗറ്റീവാണ്, -9.8 m/s. എന്തുകൊണ്ട്? ഈ നെഗറ്റീവ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതാ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ബോളിന്റെ മോഷൻ എങ്ങോട്ടാ? മുകളിലോട്ടാണ്. അതേ സ്ഥാനത്ത് അതിനെ വലിക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ? താഴോട്ടാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്, മോഷൻ മുകളിലോട്ടാണ്. സോ മോഷൻ ഒപ്പോസ് ചെയ്യുന്നതാണ്. മോഷൻ ഒപ്പോസ് ചെയ്യുന്നല്ലേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ഒപ്പോസ് ചെയ്യുമ്പോൾ ആക്സിലറേഷനെ നമ്മൾ എന്തായിട്ട് എടുക്കും? നെഗറ്റീവായിട്ട് എടുക്കും. ഈ കേസിൽ മനസ്സിലായോ? അതേ സ്ഥാനത്ത് ഒന്നും മനസ്സിലായില്ല. ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ താഴോട്ടേക്കല്ലേ വലിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സിലറേഷൻ സംഭവിക്കുന്നതെങ്കിൽ ഈ കേസിൽ ആക്സിലറേഷൻ എന്തെടുക്കും? ആക്സിലറേഷൻ നെഗറ്റീവ് എടുക്കും. ആൻഡ് നിങ്ങൾ ചോദിക്കും എന്ത്? അതേ സ്ഥാനത്ത് ബോൾ താഴോട്ടേക്കാ വരുന്നത് എങ്കിൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും താഴോട്ടേക്കാണ്. ഈ മോഷനും താഴോട്ടേക്കാണ്. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെ എടുക്കും? പോസിറ്റീവായിട്ട് എടുക്കും. സോ അത് ശ്രദ്ധിക്കണം. സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എന്തുകൊണ്ട് നെഗറ്റീവായെന്ന് മനസ്സിലായല്ലോ. ബോൾ മുകളിലോട്ടേക്ക്, ആക്സിലറേഷൻ താഴോട്ടേക്ക്. അതേ സ്ഥാനത്ത് ഇവിടെ എങ്ങനെ പോസിറ്റീവായി? ബോളും താഴോട്ടേക്ക്, ആക്സിലറേഷനും താഴോട്ടേക്ക്. അതുകൊണ്ട് പോസിറ്റീവ് എടുത്ത്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് 9.8 m/s എടുത്ത്. ഇത്ര സാധനം എടുത്ത് നമുക്ക് ചോദിച്ചത് എന്താ? എസ് ആ ചോദിച്ചത്. നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്യുന്ന
ഒരു മിനിറ്റ്. സോ നമുക്ക് എന്തൊക്കെ അറിയാം? യു അറിയാം, വി അറിയാം, എ അറിയാം, എസ് കണ്ടുപിടിക്കണം. ഇതൊക്കെ ടൈം ഇല്ല. അപ്പോൾ ടൈം ഇല്ല, ടൈം ഇൻഡിപെൻഡന്റ് ആണ്. ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ടടാ. ഏതാ റിലേഷൻ? മൈൻഡിൽ ആദ്യം ഓടി എത്തണം. ഏതാ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതില്ലേ ഇത്രയും ടേം അറിയാം. ഇതാ നമുക്ക് കണ്ടത്. കണ്ടുപിടിച്ചൂടെ? നമുക്ക് ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, വി സ്ക്വയർ എന്താ? 0ന്റെ സ്ക്വയർ 0 തന്നെ, 0ന്റെ സ്ക്വയർ 0 തന്നെ. ഓക്കെ, യു സ്ക്വയർ എന്താ? യു 20ന്റെ സ്ക്വയർ എത്രയാ? 400 വരിക. യു സ്ക്വയർ 20ന്റെ സ്ക്വയർ 400 വരിക. ഓക്കെ, 2 ഇവിടെ എഴുതി. എ എത്രയാ? -9.8. തൽക്കാലം നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഇതെന്ത് എടുക്കും? -10 എടുക്കും. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താക്കും? -9.8 നമ്മൾ 10 ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ചെറിയൊരു വാല്യൂസിൽ വ്യത്യാസം വരും, അതൊന്നും കുഴപ്പമില്ല. സോ അതിന് നമ്മൾ എന്താക്കലുണ്ട്? 10 ആക്കി എടുക്കലുണ്ട്. ഇവിടെ -9.8 ആയതുകൊണ്ട് -10 ആക്കി എടുത്തു. എസ് എത്രയാ? എസ് നമുക്കറിയില്ല, എസ് എന്നിട്ടു. ഓക്കെ അല്ലേ? ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാലോ. 400 - 20s എന്നാവും എന്ത്? ഈ ഇക്വേഷൻ. ഈ 20s ഇപ്പുറത്തേക്ക് പോയി -20s ഇപ്പുറം പോയി കഴിഞ്ഞാൽ എന്താവും? +20s ആവും. സോ അതെങ്ങനെ എഴുതാം? ഇതാവും, ഇത് മൈനസ് ഇപ്പുറം പോകുമ്പോൾ +20s ആവും. സോ എസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 400 / 20 എന്ന് എഴുതാം. അപ്പൊ ഇത് എത്ര കിട്ടുവടാ? എത്ര കിട്ടുവടാ? ഇതാ 20 മീറ്റർ/സെക്കൻഡ് അല്ല, 20 മീറ്റർ എന്ന് കിട്ടും ഉത്തരം. ഇതാ എന്തുകൊണ്ട്? 0 വെട്ടി 0 വെട്ടിക്കഴിഞ്ഞാൽ 40 / 2 എത്രയാ? 20 ആൻഡ് എസിന്റെ യൂണിറ്റ് എന്താ? ഇതിവിടെ തന്നത് മീറ്ററിലായതുകൊണ്ട്, മീറ്റർ/സെക്കൻഡിലായതുകൊണ്ട് ഇത് എത്രയാ? 20 മീറ്റർ. ഇത് km/h തന്നെങ്കിൽ 20 കിലോമീറ്റർ എന്ന് എഴുതണം. സോ യൂണിറ്റ് ഒക്കെ വളരെ ശ്രദ്ധിക്കണം, യൂണിറ്റ് നിർബന്ധമായിട്ട് ഇടണം. അപ്പൊ ഇത് എത്ര കിട്ടും? ഉത്തരം 20 മീറ്റർ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ എന്ത്? 3 ഇക്വേഷൻ ഓഫ് മോഷനും. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. നമ്മൾ ലെവലപ്പ് ആയിട്ടുള്ള കാര്യം ചെയ്യും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നെക്സ്റ്റ് ടോപ്പിക് എന്താ ഡെറിവേഷൻ ആണ്. സോ നല്ല ശ്വാസം എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡെറിവേഷനിലേക്ക് പോകാൻ പോകുന്നത്. സിമ്പിൾ ആണ്, ഡിറൈവ് ചെയ്തെടുക്കൽ വളരെ സിമ്പിൾ ആണ്. സോ നല്ല ശ്വാസം എടുക്കടാ. 1 2 3 നല്ല ചില്ലാക്കി പഠിക്കാം. ഞാൻ മയച്ചിട്ട് ഞാൻ ഡെറിവേഷനിലേക്ക് പോകും. സോ എടാ മയക്കട്ടോ. क्या बोलती तू मैं कुछ नहीं बोला तुम मेरे साथ एक डुएट ചെയ്യാമോ मैं तुम्हारे पास एक डुएट ചെയ്യില്ല क्या बोलती तू എടാ അടുത്ത നല്ല ടോപ്പിക് ആട്ടോ. സോ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, ഡബിൾ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്കതൊക്കെ അറിയാം. അതിൽ 1-2 പോയിന്റ് നമുക്ക് അറിയാത്തുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എന്നെ പറയണം കേട്ടോ, എന്റെ കൂടെ തന്നെ പറയണേ. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തോന്നലാവും. ഒന്ന് റിവിഷൻ ആയിക്കോട്ടെ. എന്താ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്? എന്താ കിട്ടുക? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ കിട്ടുക? അടുത്ത ഇത് നിങ്ങൾക്ക് അറിയാത്തുണ്ടാവില്ല. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏരിയ അണ്ടർ നിങ്ങൾ എഴുതിയെടുക്കട്ടോ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഞാൻ എഴുതിയെടുക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എഴുതിയെടുത്തില്ലെങ്കിൽ, ഞാൻ എഴുതുന്നുണ്ട് നിങ്ങൾ എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കാ പഠിക്കേണ്ടത്. അത് ഓർത്തോളാം. സോ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി അല്ല ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്താ കിട്ടുക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ds/dt. അപ്പൊ എന്താ കിട്ടുക? ds/dt എന്ന് വെച്ചാൽ ഇതല്ലേ സ്ലോപ്പ്. അപ്പൊ എന്താ കിട്ടുക? വെലോസിറ്റി. ഇങ്ങനെയാണ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത വെലോസിറ്റി ടൈം ഗ്രാഫ് dv/dt. ഇതെന്താ? ആക്സിലറേഷൻ അല്ലേ. സോ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ കിട്ടുക? ആക്സിലറേഷൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ആക്സിലറേഷൻ സിമ്പിൾ. അടുത്ത ഏരിയ അണ്ടർ ദിസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇങ്ങനെയാ ഗ്രാഫ് എങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ ഇതാ ഗ്രാഫ് എന്ന് വെച്ചോ. ഇത് വെലോസിറ്റി, ഇത് ടൈം, ഇതല്ലേ? ഇതാ ഗ്രാഫ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് എന്ത് പറയാ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് കിട്ടുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡിസ്പ്ലേസ്മെന്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായില്ല ഇല്ലേ? വെലോസിറ്റി എന്നാ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമാ. സോ ഏരിയ അണ്ടർ എന്ന് വെച്ചാൽ വി ഇപ്പൊ ടി ഇപ്പുറത്തേക്ക് പോവാ, വി ടി ഈസ് ഈക്വൽ ടു എസ്. ഇങ്ങനെ തൽക്കാലത്തേക്ക് എന്താക്കുക, ആലോചിച്ച് വെക്കുക. ഇങ്ങനെ തൽക്കാലത്തേക്ക് ആലോചിച്ച് വെക്കുക. ഇങ്ങനെ ഒന്നല്ല അത് അങ്ങനെ വരുന്നത്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമാ. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം, അതാണ് ഞാൻ തൽക്കാലം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തത്. അപ്പം വെലോസിറ്റി ഇൻറ്റു ടൈം എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റാ. ഇങ്ങനെ എന്താക്കുക, ഓർത്ത് വെക്കുക. അടുത്ത എന്താ? ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? അല്ലേ? അപ്പം ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്താ കിട്ടുക? ഇതാ എ ഇങ്ങോട്ടേക്ക് പോകും. ഇപ്പം ഡിവൈഡഡ് ബൈ ഇപ്പുറം പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ ആവും. എ ഇൻറ്റു ടി എന്താ കിട്ടുക? ഈസിക്കൽ ടു വി എന്നുള്ള ഒരു ഇക്വേഷനിൽ കിട്ടുക. സോ ഇങ്ങനെ എന്താക്കാം, ഇത് ആലോചിച്ച് നോക്കാം. എന്താ കിട്ടുക? എന്താ കിട്ടുക? വെലോസിറ്റിയാ കിട്ടുക. നിങ്ങൾ എന്താക്കുക, വെലോസിറ്റി അല്ല ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇത് നിങ്ങൾ എന്താക്കുക, പഠിച്ചു വെക്കുക, അല്ലെ ഓർത്തു വെക്കുക. ഓർത്തു വെക്കുക, ഇത്രയും ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു. സോ പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ഒന്നാമത്തെ ഡെറിവേഷൻ, ഇത് മയക്കാട്ടോ. ഡെറിവേഷനിലേക്ക് പോവാം. ഒന്നാമത്തെ ഇക്വേഷൻ ആയ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താന്ന് പെട്ടെന്ന് ഓർത്തെടുത്തേ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. വെരി ഗുഡ് മക്കളെ എന്ന് വിളിക്കുക. എനിക്കധികം പ്രായമൊന്നുമില്ല കേട്ടോ, ഞാനും നിങ്ങളോട്ടൊരു സ്റ്റുഡൻറ്റാ. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഡിറൈവ് ദ റിലേഷനോ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ അങ്ങനെയൊക്കെ തന്നെ തരും. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെ കണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ആൻസർ ഷീറ്റിൽ ആൻസർ കാണാനൊരു വൃത്തി ഉണ്ടാവണ്ടേ. കാണാനൊരു വൃത്തിക്ക് നമ്മൾ എന്താക്കുക, ഇത് മാർജിൻ്റെ ഇപ്പുറം ഇക്വേഷൻ ഓഫ് മോഷൻ ആദ്യം എഴുതിയിട്ട് കള്ളിയിലാക്കി വെക്കുക. ഇനി എഴുതുക എന്ത് എ ഒബ്ജക്റ്റ് starts with initial velocity u and it undergoes ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. ഇതൊക്കെ എഴുതി വെച്ചാൽ കാണുമ്പോൾ തന്നെ ആൻസർ ഷീറ്റിൽ ഒരു വൃത്തി ഉണ്ടാവും. ഇതിൽ നമുക്കൊന്നും കാണാണ്ട് പഠിക്കണ്ടില്ല. an object starts with initial velocity u and it undergoes uniform acceleration A and it reaches, വളരെ സിമ്പിളാ, it reaches final velocity നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് പകർത്താൻ പറ്റിക്കഴിഞ്ഞാൽ എളുപ്പമല്ലേ. നമ്മൾ ആൻസർ കാണും എന്ന് വെച്ച് അറിയുന്ന തീർത്തുകൊണ്ട് ആൻസറിൽ എഴുതരുത് കേട്ടോ. അതിനൊരു ഒരു നല്ല വൃത്തിക്ക് ഒരു ഫോമാറ്റിൽ ആക്കിയിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഇങ്ങനെ തനിയേ വന്നോളൂ. An object starts with the initial velocity u and it undergoes uniform acceleration A and it reaches final velocity v in time t. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തുണ്ടോ? അതാണല്ലോ എന്ത് ഇക്വേഷൻ ഓഫ് മോഷൻ കാണുന്നത് ഇങ്ങനെയുള്ളത് കൊണ്ട്. ഇതാണ് എന്ത് ഇതിന്റെ തുടക്കം. കൺസിഡർ ഇങ്ങനെ തന്നെ കൊടുക്കാം. കൺസിഡർ ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ചെയ്യാൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത്. ഇതിനെന്താക്കുക, ഒരു ഗ്രാഫാക്കി മാറ്റാം. ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക. ഗ്രാഫാക്കി മാറ്റാം. എന്ത് ഗ്രാഫ് വേണോ? ടൈം വിടാ, വെലോസിറ്റി വിടാ. ഈ ഗ്രാഫ് വേണം. ഓക്കെ, ഇവിടെ ടൈമാണ്, ഇവിടെ വെലോസിറ്റി ആണ്. ഇതുവരെ ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് വരക്കാം. കൺസിഡർ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു. സോ 0 നല്ല സ്റ്റാർട്ട് ചെയ്തത്, അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് എന്നർത്ഥം. തൽക്കാലം യു വിടുകയെന്ന് വെച്ചാൽ അത് ഏതൊരു വാല്യൂ അല്ലേ, അത് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കാം, 10 ആയിരിക്കാം, അല്ലെങ്കിൽ 20 ആയിരിക്കാം. തൽക്കാലം നമ്മൾ അത് യു എന്നാണ് എടുത്തത്, അതിങ്ങനെ തന്നെ കൊടുക്കുക. അത് കുറച്ച് മുകളിലോട്ടായിരിക്കും, അതിനൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് അണ്ടർഗോസ് എ യൂണിഫോം ആക്സിലറേഷൻ. ഇതിന്റെ ആക്സിലറേഷൻ എ ആണ്. ഓക്കെ, അത് ഗ്രാഫിൽ അടയാളപ്പെടുത്താൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് റീച്ചസ് എ ഫൈനൽ വെലോസിറ്റി വി. ഇത്രയും ഫൈനൽ വെലോസിറ്റി അത് റീച്ച് ചെയ്ത് എത്ര വി എന്ന് വെച്ചാൽ അതൊരു 100 ആയിരിക്കാം, 200 ആയിരിക്കാം. ഇവിടെ 2 തുടങ്ങിയിട്ട് വേണം 10ലായിരിക്കും അവസാനിച്ച. അതിന് നമ്മൾ ജനറലി വി എന്ന് കൊടുത്തു. ഇൻ ടൈം ടി. എത്ര ടൈം അതെടുത്തു? ടി ടൈം അതെടുത്തു. അത് വേണേൽ 10 സെക്കൻഡ് ആയിരിക്കും, 20 സെക്കൻഡ് ആയിരിക്കും. അത് ഗ്രാഫിക്കലി അടയാളപ്പെടുത്തി. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഞാൻ തൽക്കാലം എത്ര അളവ് നോക്കേണ്ടിയിട്ട് വരച്ചതാട്ടോ. ഇതാണ് അതിന്റെ ഗ്രാഫ്.
ഇതാണ് അതിന്റെ ഗ്രാഫ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഇനീഷ്യൽ വെലോസിറ്റി u ആൻഡ് റീച്ചസ് ഫൈനൽ വെലോസിറ്റി v ഇൻ ടൈം t. ഇതാണ് ഈ ഗ്രാഫ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തറിയാം, സ്ലോപ്പ് ഓഫ് ഇതാ ഞാൻ നേരത്തെ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് എന്തായിരുന്നു, ഗീവ്സ് ആക്സിലറേഷൻ. ഇത് നമുക്കറിയാം. ഈ കൺസെപ്റ്റ് നിന്നാണ് ഡെറിവേഷൻ വരുന്നത്. ഇങ്ങനെ തന്നെ എഴുതിട്ടോ, ആൻസർ ഷീറ്റിൽ ഇങ്ങനെ തന്നെ എഴുതാം. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ, സാധാരണ സ്ലോപ്പ് എന്താ, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പ്, അല്ലെങ്കിൽ ടാൻ തീറ്റ അല്ലെങ്കിൽ dy ബൈ dx. ഇതിനാണല്ലോ നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഈ കോർഡിനേറ്റ് നമുക്ക് y2 മൈനസ് y1 എന്ന് വെച്ചാൽ എന്താ, x2 മൈനസ് x1. ഇങ്ങനെയുള്ള ഗ്രാഫ് ആണെങ്കിൽ ഇത് x1 y1 എന്നുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ ഇത് x2 y2 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എങ്ങനെയാ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു അങ്ങനെ x1 y1 y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആയത്. സോ ഈ ഗ്രാഫിന്റെ ഈ പോയിന്റ് എന്താ, നിങ്ങൾ എന്നെ നോക്കി പറ. ഈ പോയിന്റ് എന്താ, ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ, ടി ആണ്. ഈ കോർഡിനേറ്റിന്റെ y കോർഡിനേറ്റ് എന്താ, അത് v ആണ്. അപ്പൊ ഈ പോയിന്റ് ടി വി എന്നാണ്. അതേ സ്ഥാനത്ത് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ, 0 അല്ലേ? ഇവിടെ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് 0 എന്ന് പറഞ്ഞ പോയിന്റാ. അതല്ലേ നമ്മൾ ഒറിജിനേറ്റ് എടുക്കുക. സോ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 0, y കോർഡിനേറ്റോ എത്രയാ, u അല്ലേ? ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ അറിയില്ലേ ഇങ്ങനെ കോർഡിനേറ്റ് അടയാളപ്പെടുത്തുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി, ഈ കോർഡിനേറ്റ് 0 u എന്നും കിട്ടി, ഈ കോർഡിനേറ്റ് ടിയും v എന്നും കിട്ടി. സോ നമുക്ക് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. ഇതുവരെ പക്ക അല്ലേ? പക്ക ആണ്. നമ്മൾ ഡിഫറൻസിയേഷൻ വീഡിയോ കണ്ടവർക്ക് ഇതൊക്കെ എളുപ്പമായിരിക്കും. അതാ പറയാം, ഡിഫറൻസിയേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തന്നെ എളുപ്പമായിരിക്കും. y2ന്റെ സ്ഥാനത്ത് എന്താ, ഇവിടെ എന്താ, y2ന്റെ സ്ഥാനത്ത് എന്താ v. ഇവിടെ y1ന്റെ സ്ഥാനത്ത് എന്താ, u. ആൻഡ് x1ന്റെ സ്ഥാനത്ത് എന്താ, x2ന്റെ സ്ഥാനത്ത് എന്താ, x2ന്റെ സ്ഥാനത്ത് എന്താ t. x1ന്റെ സ്ഥാനത്ത് എന്താ 0. അപ്പൊ ഇതെന്താവും, v മൈനസ് u ബൈ ടി എന്നാവും. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് എന്താ, ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ഇനി ഇക്വേഷനിലേക്ക് എത്തുമല്ലേ വേണ്ടത്. അപ്പോൾ a ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, v മൈനസ് യു എന്ന് കിട്ടുമോ? ഇനി യു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നൂടെ, മൈനസ് യു ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും, പ്ലസ് യു ആവും. അപ്പൊ u പ്ലസ് എ ടി ഈസ് ഈക്വൽ ടു v എന്ന് കിട്ടി. അതിനോട് ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ എന്ത് ഡെറിവേഷൻ. ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ, ഹെൻസ് പ്രൂവ്ഡ് എന്നോ ഹെൻസ് ഡിറൈവ്ഡ് എന്നോ എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, 2 3 മാർക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ എന്ത് ഡെറിവേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടി ഹാർഡ് ലെവൽ വരുന്നുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഇത് മനസ്സിലായോ? ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുക, സിമ്പിൾ. ഇനിയിപ്പോൾ അടുത്ത ഡെറിവേഷനിലേക്ക് പോയി കൂടെ. അടുത്ത ഇക്വേഷൻ എന്താടാ, അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. അതിന് ഇതൊന്നും വേണ്ട, ഇങ്ങനെ കോർഡിനേറ്റ് ഒന്നും നോക്കണ്ട. അതാ പറഞ്ഞ ഓരോന്നിനും ഓരോ ടൈപ്പ് ആയിരിക്കും. ഇതൊക്കെ തന്നെ എഴുതിയെടുക്കുക. എന്ത് ഇക്വേഷൻ ഓഫ് മോഷൻ ആദ്യം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ആദ്യം നമ്മൾ എഴുതുക. ഇതാണ് നമുക്ക് ടു ബി പ്രൂവ് ചെയ്യേണ്ട സാധനം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം, കൺസിഡർ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u. ഇതേ ഗ്രാഫ് രണ്ടാമത്തേനും ഇതേ ഗ്രാഫ് മൂന്നാമത്തേനും. u and its undergoes a uniform acceleration and it reaches final velocity v in time t. ഇത് ഏത് ചോദിച്ചാൽ ഇതന്നെ എഴുതി കൊടുക്കുക. ആൻഡ് നമുക്ക് എന്തറിയാ, ഇത് ഗ്രാഫും വരച്ചു. നമുക്ക് എന്താ കാണേണ്ടത്, ഇവിടെ എസ് ആണല്ലേ കാണേണ്ടത്. എസ് ആണല്ലോ കാണേണ്ടത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എന്താണ് എസ്? ഏരിയ അണ്ടർ, നമ്മളിപ്പം പഠിച്ചു, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് എന്താ, ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെ തന്നെ എഴുതുക, ഡിസ്പ്ലേസ്മെന്റ്. സോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്
ഈക്വൽ ടു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താ ഞാൻ പറഞ്ഞു നേരത്തെ എങ്ങനെ ഏരിയ വരക്കുക, ഇത് നേരെ താഴത്തേക്ക് വരക്കുന്നു ആൻഡ് എന്താ ഇതിന്റെ മൊത്തത്തിൽ ഏരിയ എന്നല്ലോ ഈ അടിയിൽ വരുന്ന മൊത്തത്തിൽ ഏരിയ എന്നല്ലോ ഡിസ്പ്ലേസ്മെന്റ്, അത് നമുക്ക് അറിയാലോ. ഈ ഏരിയ ഇതിപ്പോ തൽക്കാലം ഞാൻ ഇപ്പുറം കട്ട് ഔട്ട് ചെയ്ത് വരക്കാം. ഇതാണല്ലോ ഏരിയ, ഈ കേസിൽ ഇതാണല്ലോ അതിന്റെ ഏരിയ കിട്ടുക. ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു വരയും കൂടി വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ ആക്കി എടുത്തൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ണം പ്ലസ് ഈ കഷ്ണം ഇതെന്താ, ഇതാണ് ചതുരം, ഇതാണ് ത്രികോണം. ഈ ചതുരത്തിന്റെ ത്രികോണത്തിന്റെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടൂടെ. ചതുരത്തിന്റെ ഏരിയ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്താ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഇത് രണ്ടും നമുക്കറിയാം, ഇത് ചെറുപ്പം മുതലേ അറിയുന്ന കാര്യങ്ങളാ. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് എന്താക്കി സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. അപ്പൊ ഇതിൻ്റെത് കാണാം, ഇതിൻ്റെത് കാണാം. ഇതിന്റെ ലെങ്ത് എത്രയാ? T ആണ്. എന്നുവെച്ചാൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ ഡിസ്റ്റൻസ് അല്ലേ T, ആൻഡ് ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ ഡിസ്റ്റൻസ് അല്ലേ U. അപ്പൊ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. അപ്പൊ എന്ത് കിട്ടി? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്താ? ഹിയർ എന്താ? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്താ? U ഇൻറ്റു ഇതിന്റെ ലെങ്ത് T ഇൻറ്റു U. TU എന്ന് ഞാൻ മുഞ്ചിലെന്ത് എഴുതി? UT പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഹാഫ് ഇൻറ്റു എന്താ ഇതിന്റെ ബേസ് എത്രയാ? ഇതിന്റെ ബേസ് എന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ ബേസ് T ഇൻറ്റു അതിന്റെ ഹൈറ്റ് ഇതെത്രയാ? ഇതാണല്ലോ അതിന്റെ ഹൈറ്റ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതാണല്ലോ. ഇതെത്രയാ? ഇത് മൊത്തത്തിൽ V. ഇത് ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ V. ഈ കഷ്ണം മാത്രം U. അപ്പൊ ഇതെന്തായിരിക്കും? V മൈനസ് U ആയിരിക്കും. എന്തായി? ഇൻറ്റു V മൈനസ് U ആയി. ഇതാണ് S. ഏരിയ അണ്ടർ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് S ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? UT പ്ലസ് ഹാഫ് T ഇൻറ്റു V മൈനസ് U. അതിന്റെ അടിയിൽ എന്ത് ചെയ്താ? ഇതുപോലെയാണോ? അല്ല, നമുക്ക് ഇവിടെ A എന്ന് പറഞ്ഞൊരു സാധനം വരാനുണ്ട്. നമുക്ക് എഴുതാ we know that A is equal to V minus U by T. അത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. സോ AT is equal to V minus U. ഈ സാധനത്തിന് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഏത്? V മൈനസ് യുവിന് AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ നമുക്ക് എന്ത് കിട്ടും? എന്റെ ടേമിലേക്ക് കിട്ടൂലേ. സോ ഇങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്യേണ്ടത്. ഈ V മൈനസ് യുക്ക് പകരം നമ്മൾ എന്താക്കി? V മൈനസ് യുക്ക് എന്റെ ടേമിലേക്ക് ഒരു സാധനത്തിലേക്ക് എത്തിച്ചു. അതെന്താ? വി നോ ദാറ്റ് നമുക്ക് പറഞ്ഞ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇങ്ങനെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് T ഇൻറ്റു എന്ത്? V മൈനസ് യുക്ക് പകരം AT കൊടുത്തു. അപ്പൊ എന്തായി? A ഇൻറ്റു T ഇൻറ്റു T. അപ്പൊ എത്രയാ? AT സ്ക്വയർ. അപ്പൊ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് A ഇൻറ്റു T ഇൻറ്റു T. T സ്ക്വയർ. എത്രയേ ഉള്ളൂ. അതിന്റെ അടിയിൽ എഴുതാ ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ. ഇതെന്തെങ്കിലും മനസ്സിലാവാണ്ടുണ്ടോ? നമ്മൾ എന്താ ചെയ്തേ? ഏരിയ ഇങ്ങനെ തന്നെ എഴുതി. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് എഴുതി. എന്നിട്ട് എന്താക്കി? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ കേസിൽ എന്തെടുത്തു? ഏരിയ ഈ സാധനത്തിൻ്റെതും പ്ലസ് ഏരിയ ഇതിൻ്റെത് ആണ്. ഇതിന്റെ മൊത്തത്തിൽ ഏരിയ അണ്ടർ വരിക. സോ ഇതിൻ്റെത് എന്താ? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. ഇത് ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇവിടെ എന്തെടുത്തു? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് UT ആ കിട്ടിയത് ഈ കേസിൽ. ഇവിടെ ഹാഫ് ഇൻറ്റു ഇതിന്റെ ലെങ്ത് എത്രയാ? അല്ല, ബ്രെഡ്ത്ത് എത്രയാ? ഇതിന്റെ T തന്നെയാണ്. അതിന്റെ ഹൈറ്റ് എത്രയാ? ഇത് മൊത്തത്തിൽ V ആണ്. ഈ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ U ആണ്. സോ ഇതിന്റെ കഷ്ണത്തിന്റെ മാത്രം എന്ത് കിട്ടും? V മൈനസ് U എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങനെ വരെ എത്തി. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇതിൽ AT സ്ക്വയറിനാ കിട്ടണ്ട. നമുക്ക് ഓൾറെഡി അറിയാം. സോ ഈ V മൈനസ് യുവിനെ നമുക്ക് AT ആക്കി മാറ്റണം. സോ
നമുക്ക് എന്താക്കണം? വി നോ ദാറ്റ് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്നറിയാം. സോ എ ടി ഈസ് ഈക്വൽ ടു എന്താ? വി മൈനസ് യു ആണ്. വി മൈനസ് യു ബൈ ടി എന്ന് വെച്ചാൽ എ ടി ഇതാണെന്നറിയാം, എക്സ്റേഷൻ ആണെന്നറിയാം. സോ എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടി. ഈ വി മൈനസ് യുക്ക് പകരം എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോ നമുക്ക് എന്ത് കിട്ടി? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി കിട്ടി. അതെന്താവും? ഹാഫ് എ ടി സ്ക്വയർ ആയി. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയോ? സിമ്പിൾ അല്ലേ? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇനിയിപ്പോ മൂന്നാമത്തേലേക്ക് പോയിക്കൂടാ മയക്കട്ടെ. ഇത് മയക്കാട്ടോ. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലൊരു കാര്യം കൂടി പറയാണ്ട്, എന്നിട്ട് അടുത്തതിലേക്ക് പോയാൽ അതും എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ഡിങ്കോൾ ഫീസൊക്കെ വേണം എന്തിന് ഇത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു എന്ത്, ഇത് ഈ സാധനത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് കാട്ടും? ഇതിന്റെ ഏരിയ കാട്ടും. ഇതിനെ മൊത്തത്തിൽ വരച്ച എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനല്ല ഉണ്ടാവുക. ഈ ഷേപ്പിന് പറയുന്ന ഒരു പേരുണ്ട്. ഇങ്ങനല്ലേ ഈ സാധനം ഉണ്ടാവുക? നമ്മൾ രണ്ടാക്കി തിരിച്ചത് കൊണ്ടല്ലേ എന്തായത് ഇങ്ങനെ ഈ ഏരിയ ഓഫ് ഈ ട്രയാങ്കിളിൻ്റെതും ഏരിയ ഓഫ് ഈ രണ്ടിന്റെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടത് അല്ലേ? ഈ ഷേപ്പ് മൊത്തത്തിൽ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ സെപ്പറേറ്റ് ആക്കാണ്ട് വരച്ചാൽ, ഇതിനെ ഏരിയ അണ്ടർ മൊത്തത്തിൽ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ട്രപ്പീസിയം എന്നാ പറയാ. ഈ ഷേപ്പിന് പറയുന്ന പേര്. ഈ ഷേപ്പിനെ മൊത്തത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാണ്ട് കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഓഫ് ട്രപ്പീസിയത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇത് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് സൈഡ് പാരലലായിരിക്കും. ഒരു സൈഡ് ഈ സൈഡും പാരലല്ലേ, ഈ ലൈനും പാരലല്ലേ. ഒന്നിനെ നമ്മൾ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡ് ബി. നമ്മൾ ഇതാ ഇങ്ങനെ എടുക്കൂലേ, ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് എന്ന് എടുക്കുന്നത്. ഈ സൈഡ് എ, ഈ സൈഡ് ബി. ഇത് തമ്മിലുള്ള ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? എച്ച്. ഇത് തമ്മിലുള്ള ഹൈറ്റ്, ഇത് തമ്മിൽ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? എച്ച്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്താണെന്നറിയോ? എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്. ഇത് നിങ്ങൾ പഠിക്കണം, അടുത്ത ഡെറിവേഷനിൽ വേണം. സോ ഇത് സെപ്പറേറ്റ് ആക്കി എഴുതി എടുത്തോ. ഈ കേസിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ കേസിലും ഡെറിവേഷൻ ചെയ്യുന്നതിന് ഓരോ ഫോമാന്ന് ഞാൻ പറഞ്ഞില്ലേ. മറ്റേത് ഇതിനെ സെപ്പറേറ്റ് കണ്ടാൽ മാത്രമേ എന്ത് കിട്ടൂ? എസിൻ്റെ ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആയിട്ട് കിട്ടൂ. ആൻഡ് അടുത്ത കേസിൽ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുക. ഏരിയ ഓഫ് ട്രപ്പീസ് എന്താ കിട്ടുക? എ പ്ലസ് ബി ബൈ 2 ബൈ എച്ച് ആണ്. എ എന്ന് വെച്ചാൽ ഈ പാരലൽ ലൈൻസിൽ ഒരു ലൈന്, ആൻഡ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലൈന്, ആൻഡ് എച്ച് എന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് ഇക്വേഷൻ. എന്താക്കുക? ഏരിയ ഓഫ് ട്രപ്പീസ് എന്ന് പറഞ്ഞ് സൈഡാക്കി കള്ളിയിലാക്കി വെച്ചോ. സോ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. വായിച്ചിട്ട് പോവാം. പാട്ടൊക്കെ പാടിയിരുന്ന് പഠിക്കട്ടെ. ഇതൊക്കെ തലേ കാരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഡെറിവേഷൻ എങ്ങനെ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. കാരണം എക്സാം ഹാളിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അറിയാന്നുള്ളത്. എക്സാം ഹാളിൽ എഴുതി കൊത്തിരിക്കും, പകുതി എത്തും. പഠിച്ചോനെ അതിൻ്റെ ബാക്കി എന്തായിരുന്നു ചെയ്യുന്നത്? വി മൈനസ് യു എന്തായാലും മാറ്റുന്നത്? അതോ അങ്ങനെ ഇരിക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് ഇത് ചെയ്ത് പഠിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കൈമറ്റ അറ്റത്ത് തന്നെ വന്നോളൂ. സോ എഴുതി തന്നെ പഠിക്കുക. ഞാനൊക്കെ എഴുതിയൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് ഇത്രയൊക്കെ ന്യൂസ് പ്രിന്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഇപ്പോഴും അത് കൊണ്ടുവച്ചിട്ടുണ്ട്. ആണ് അടുത്ത ക്ലാസ് കാണിച്ചു തരാം. പണ്ട് +2 ഞാൻ എഴുതി പഠിച്ച പേപ്പർ. സോ ഒരു ന്യൂസ് പ്രിന്റ് വാങ്ങുക, രണ്ടാക്കി ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുപോലെ എഴുതി പഠിക്കാണ്ട് ന്യൂസ് പ്രിന്റ് ഒക്കെ 1 കിലോ ഒക്കെ മേടിച്ചാടെ വെക്കുക. നിങ്ങൾ +1 +2 ജേണിയിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് തിയറി ആണെങ്കിൽ പോലും അത് എക്സാമിന് ഇരുന്ന് എഴുതുന്ന പോലെ എഴുതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറുകയും ചെയ്യും, നിങ്ങൾക്ക് അത് എക്സാമിന് വരികയും ചെയ്യും. സോ അടുത്തതിലേക്ക് പോവാം. മൂന്നാമത്തത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? b² = u² + 2as ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് എന്ത്? ഇത് വിത്തൗട്ട് ടൈമാണ്. ഈ റിലേഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ മറ്റേ സാധനം എഴുതിക്കോ, കൺസിഡർ. അസാധനങ്ങൾക്ക് അതിന് നോട്ടിൽ എഴുതിക്കില്ലേ, അത് ഇവിടെ എഴുതി എടുക്കുക. എക്സാമിന് ഇത് വരച്ച് ഇവിടെ എഴുതിയേക്കുക. കൺസിഡർ ഇത് സ്റ്റാർട്ട് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി un undergo uniform accelerated motion and it reaches final velocity v in time t. ഇത് എഴുതിയെടുക്കുക. ആൻഡ് എന്താക്കുക? മറ്റേ അതേ ഗ്രാഫ് തന്നെ. എന്താ ഗ്രാഫ്? ഇത് വെലോസിറ്റി ആണ്, ഇത് ടൈമാണ്. സോ സ്റ്റാർട്ട്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u and it reaches final velocity v in time t. ഇതാണെന്ത്? നമ്മളെ ഗ്രാഫ്. ഇതുവരെ പക്കായോ? സോ ഏരിയ അണ്ടർ എനിക്ക് എഴുതാം. സോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്
എന്താ ഗീവ്സ് എന്താടാ എന്താ കിട്ടുക വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താടാ കിട്ടുക വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഹിയർ area under VT is trapezium. ഇവിടെ ഏരിയ അണ്ടർ ട്രപ്പീസിയാണ്. സോ യെസ് ഏരിയ അണ്ടർ വെലോസിറ്റി ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രപ്പീസിയം. അങ്ങനെ തന്നെ ഇതൊക്കെ കണ്ടാൽ തന്നെ ഇതൊരു ഫോമില്ലേ. ഹിയർ ഏരിയ അണ്ടർ വെലോസിറ്റി ഗ്രാഫ് ഈസ് ട്രപ്പീസിയം. സോ ഡിസ്പ്ലേസ്മെന്റ് S is equal to area of trapezium. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്താ A plus B by 2 into H. ഇവിടെ ഏരിയ ഓഫ് ട്രപ്പീസിയം അല്ലേ A plus B by 2 into H. ഞാൻ ഇത് വെച്ചിട്ട് ഡിറൈവ് ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് കാണുന്നു. ഞാൻ ആകെ ഞെട്ടി, ഇതെന്താ നെഗറ്റീവ്, ചെയ്തതൊക്കെ റെഡിയാവല്ലോ. സോ ഇതിൻ്റെ അകത്തുള്ള ഒരു ഒളിച്ച് കിടക്കുന്ന ഒരു സാധനം ഉണ്ട്. അത് തെറ്റിപ്പോയാൽ നിങ്ങളെ തെറ്റിപ്പോകാണ്ടിരിക്കാൻ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് മിസ്റ്റേക്ക് പറ്റി. സോ മിസ്റ്റേക്സ് ആർക്കാണ് പറ്റാത്ത, മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും പറ്റും. സോ ആ മിസ്റ്റേക്സ് തിരുത്തി ഇനി അത് ചെയ്യാണ്ട് നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. സോ അതെന്താക്കാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങൾ അറിയണ്ടാലോ. വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. A+B അതൊന്നുമില്ല. A+B അല്ലേ B+A ആണോ? ആണ്. A-B ആണോ B-A? അല്ല. ഇത്രയേ ഉള്ളൂ. അതെന്താന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിന്നൽ വള. സോ നമ്മൾ പറഞ്ഞു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഈ ഏരിയ എന്താ അണ്ടർ, ഇത് ട്രപ്പീസിയത്തിന്റെ ഷേപ്പാണ്. അതിന്റെ ഏരിയ എന്താ A+B by 2 into H ആണ്. ഞാൻ പറഞ്ഞു ഒരു സൈഡാണ് എന്ത് ഏരിയ അണ്ടർ ഇതിന്റെ പാരൽ ലൈൻസിന്റെ ഒരു സൈഡാണ് എന്ത് A. അവിടെ ഇതെന്താ ഈ സൈഡ് എത്രയാ U ആണ്. ഈ സൈഡ് എന്താ U ആണ്. ഓക്കെ. പ്ലസ് B എന്ന് വെച്ചാൽ എന്താ മറ്റേ സൈഡല്ലേ B. ഈ കേസിൽ B എന്താ അത് V അല്ലേ. ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം ഡിസ്റ്റൻസ് എന്താ അത് V അല്ലേ. യെസ് V by 2 into H എന്താ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം ഡിസ്റ്റൻസ് അല്ലേ H. അതെന്താ ഈ ഡിസ്റ്റൻസ് എന്താ ഇതെന്നല്ലേ. അതെത്രയാ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ T into T. S is equal to U plus V by 2 into T. ഇത്രയല്ലേ. ഓക്കെ. ഇനി നമ്മൾ ഇങ്ങനത്തെ കേസിൽ നേരത്തെ ഇവിടെ V - U എന്ന് കിട്ടിയതിന് പകരം എന്തിനെ കൊടുത്തു ആക്സിലറേഷൻസ് കൊടുത്തു. അതേ പ്രോസസ്സിലേക്ക് പോവാ. we know that A is equal to V - U by T. നേരത്തെ നമ്മൾ ചെയ്തത് തന്നെ. ബട്ട് ഇവിടെ തീക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ. we know that A is, അപ്പോൾ T is equal to എന്താ V - U by A ആവുമല്ലോ. കാരണം T മുകളിലേക്ക് പോയി A അടിയിലേക്ക് വന്ന് ഇതായല്ലോ. ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട രണ്ടാമത്തെ ഇക്വേഷൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് നേരത്തെ നമ്മൾ V - U ക്ക് AT എന്ന് കൊടുത്ത പോലെ Tക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എന്ത് V - U by A എന്ന് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്താവും? S is equal to U plus V divided by 2 into Tക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എന്താവും? V - U by A. അത് കൊടുത്തു. ഈ സാധനത്തിന് Tക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ U plus V U minus V കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വന്നില്ലെങ്കിൽ ഇനി മുതൽ ഓർമ്മ വരണം. നമ്മൾ മാത്തമാറ്റിക്കലി ഒരു എന്തുണ്ട് ഒരു സുനാപ്പി ഉണ്ട്. എന്താ A+B into A - B. A+B into A - B റിസൾട്ട് എന്താ A² - B² ആണ്. A+B into A - B എന്താ A² - B² ആണ്. മനസ്സിലായില്ല എന്ന് വെച്ചാൽ 4 + 3 into 4 - 3 നമുക്ക് എങ്ങനെ എഴുതാം? 4² - 3² എന്ന് എഴുതാം. എന്നിട്ട് മനസ്സിലായില്ല. 4 + 3 എത്രയാ? 7. 4 - 3 1. ഇതിന്റെ ഉത്തരം കിട്ടും എത്രയാ? 7 ആണ്.
ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9, 16 മൈനസ് 9 എത്രയാ? 7 തന്നെയാണ്. സോ ഇങ്ങനെയുള്ളതിനാ ഇങ്ങനെ എഴുതാം. സോ അതിന്റെ ജനറൽ ഫോം ആണ് എന്ത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ അതുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, യു പ്ലസ് വി അല്ല, അവിടെയാണ് നേരത്തെ എൻ്റെ കൂടെ തെറ്റിപ്പോയത്. എന്ത്? ഇവിടെ വി മൈനസ് യു ആ, അപ്പം ഇവിടെ വി പ്ലസ് യു എന്ന് എഴുതാം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ യു പ്ലസ് വി ഇൻറ്റു വി മൈനസ് യുന യു സ്ക്വയർ, ഞാൻ എന്ത് ചെയ്തു? യു പ്ലസ് വി ഇൻറ്റു വി മൈനസ് യുന യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് എഴുതി. ഇത് പൊട്ട തെറ്റാ. ഇത് ഞാൻ ആ ഫ്ലോക്ക് അങ്ങ് ചെയ്തു പോയതാ, തെറ്റി പറ്റിപ്പോയതാ. ഇത് നിങ്ങൾ ചെയ്യരുത്. അതാ ഞാൻ പറഞ്ഞത്, യു പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ. അപ്പൊ എന്റെ സ്ഥാനത്ത് ഫസ്റ്റ് വരുന്നത് 2 എ ആയിരിക്കണം. ഇവിടെ യുവും വി ആ വരുന്നത്. അങ്ങനല്ല, വി തന്നെ ആദ്യം വരണം. അപ്പൊ ഇതെന്താക്കുക? മാറ്റാ, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്നാക്ക ബൈ 2a. അടിയിലത്തെ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, 2 ഇൻറ്റു എ 2a ചെയ്തു. മുകളിലത്തെ സ്ഥാനത്തിനാ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്നാക്കി. ഇപ്പൊ റെഡി ആയില്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോം ആയില്ലേ? ഇത് അങ്ങോട്ട് എഴുതിയാലും ഇങ്ങോട്ട് എഴുതിയാലും കണക്കാണ്. ഇനി നിങ്ങൾ ഇതിന്റെ റിസൾട്ടന്റ് എഴുതിക്കോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ ഇതിന്റെ റിസൾട്ടന്റ്. എന്റെ സ്ഥാനത്ത് എന്താ? ബി സ്ക്വയർ മൈനസ് ബിന്റെ സ്ഥാനത്ത് എന്താ? 2 സ്ഥാനത്തിലും ബിന്റെ സ്ഥാനത്ത് എന്താ? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ഈസ് ഈക്വൽ ടു എന്താ? എസ് ആണ്. നമുക്ക് എന്ത് കിട്ടി? എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടി. ഇതിനൊന്നുകൂടി 2a നമുക്ക് എന്തിലേക്ക് എത്തേണ്ടത്? വി സ്ക്വയറിലേക്കല്ല എത്തേണ്ടത്. സോ എന്താക്കുക? എസ്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ 2as ഈസ് ഈക്വൽ ടു 2as, ഈ 2a ഇപ്പുറം കൊണ്ടുവന്നു, ഡിവൈഡഡ് ബൈ എന്തായി? മൾട്ടിപ്ലൈ. 2as ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. മൈനസ് യു സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് യു സ്ക്വയർ ആവും. സോ നമ്മൾ ഇവിടത്തേക്ക് എഴുതാം, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഇപ്പുറം കൊണ്ടുവന്നാൽ പ്ലസ് മൈനസ് യു സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ആ, യു സ്ക്വയർ പ്ലസ് 2as. ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ. ഹെൻസ് ഇത്രയും വേണ്ട, പ്രൂവ്ഡ്. സിമ്പിൾ. ഇത്രയേ ഉള്ളൂടാ ഡെറിവേഷൻ. ഇത് നിങ്ങൾ എഴുതി തന്നെ പഠിച്ചാലേ നിങ്ങൾക്ക് തറാവും. സോ നമുക്ക് ഇക്വേഷൻ മോഷന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോയി കൂടെ. ഇതൊക്കെ മനസ്സിലായില്ലേ? ഇത് എഴുതി തന്നെ പഠിക്കണം. ഇത് ഇങ്ങനെ എക്സാമിന് ചോദിക്കും. സോ എന്താക്കുക? എഴുതി പഠിക്കുക. ഇതിൽ ഇങ്ങനത്തെ ടേം ഒക്കെ ഇതൊക്കെ മാറ്റേണ്ടതാണ് നിങ്ങളോട് വിട്ടുപോവുക. ഇതിനെ ടീനെ മാറ്റേണ്ടത് വിട്ടുപോകും. അതുപോലെ തന്നെ യു പ്ലസ് വി ഇൻറ്റു യു മൈനസ് വി ഇത്ര വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരത്തില്ല ചെയ്ത് പഠിച്ചില്ലെങ്കിൽ. ഇനി എന്താ ചെയ്യേണ്ടത്? സോ എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എഴുതി പഠിക്കുന്നതിനെ കൊണ്ട് ഒരു നഷ്ടമില്ല. നന്നായി എഴുതി പഠിക്കുക. നമുക്ക് ഇനി എന്താക്കുക? ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കാൻ പോകുന്നത്. സിമ്പിൾ മുതൽ ഡിഫിക്കൽട്ടി വരെ നിങ്ങൾ എൻ്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് ചെയ്യും. നിങ്ങൾക്ക് ന്യൂമറിക്കലൊന്നും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിഫിക്കൽട്ടായി വരത്തേ ഇല്ല. നമ്മൾ ഹാർഡ് ലെവൽ വരെ ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ. എടാ, ആദ്യം നമ്മൾ 3 സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നല്ല വീഡിയോ തന്നെ, വളരെ ലെങ്ത് ആയി എന്നറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആദ്യം 3 ചെയ്യാം, പിന്നെ അതിന്റെ 3 മോഡറേറ്റ് ലെവലിൽ ചെയ്യാം, കുറച്ച് 3 ഡിഫിക്കൽട്ട് ലെവലിൽ ചെയ്യാം. സിമ്പിൾ തുടങ്ങിയാൽ ബെറ്റർ ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an object starts with a velocity of 5 meter second and accelerated 2 meter per second square for 30 seconds. Find this displacement. സോ എന്താക്കാം? നിങ്ങൾ ഇത് പെട്ടെന്ന് ഇത് തന്നെ എഴുതിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിന് ഫിഗർ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ? an object starts with velocity എത്രയാ? u is equal to 5 meter per second. ഇനീഷ്യൽ വെലോസിറ്റി. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 2 meter per second square. ഞാൻ എൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക. ടൈം തന്നിട്ടുണ്ട് 3 സെക്കൻഡ്. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ്. ഏതാ ചോദിച്ചത്? എസ് ആ ചോദിച്ചത്. എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി. നമുക്കറിയാലോ ടൈമുള്ള റിലേഷൻ ഏതാ? എസിന്റെ എസ് ഈസ് ഈക്വൽ ടു ut plus half at t square. ഇതിൻ്റെ അകത്ത് എന്താക്കുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് കിട്ടും. നോക്കി നോക്കാം. u ഇൻറ്റു ടി എത്രയാ? 15 പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാ? 2 ഇൻറ്റു ടി സ്ക്വയർ എത്രയാ? 25 അല്ലേ? ടി സ്ക്വയർ എത്രയാ? ടി എത്രയാ? ഓ സോറി കേട്ടോ, ടി 3 അല്ലേ? 2ന്റെ സ്ക്വയർ എത്രയാ? 9 അല്ല, 3ന്റെ സ്ക്വയർ 9. അപ്പൊ എത്ര കിട്ടി? 5 പ്ലസ് 9 24 മീറ്റർ എന്ന് കിട്ടി. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. ഇത് ഫിഗർ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ബൈക്ക് മൂവിംഗ് അറ്റ് 10 meter per second and stops in 5 seconds. Find acceleration. നമ്മളോട് ചോദിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബൈക്ക് മൂവിംഗ് വിത്ത് 10 meter per second, u 10 meter per second ആണെന്ന് കിട്ടി. ഓക്കെ, സ്റ്റോപ്സ് എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ വെലോസിറ്റി
0 meter per second. ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്ത 0 meter per second in 5 second. T എത്രയാ? 5 second. നമ്മളോട് ചോദിച്ചെന്താ? ആക്സിലറേഷൻ അല്ലേ? അല്ലേ? നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാ v is equal to u plus at എന്ന് പറഞ്ഞ റിലേഷൻ ഉപയോഗിക്കാം ഇവിടെ. കാരണം നമുക്ക് u അറിയാം, t അറിയാം, v അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് a കണ്ടുപിടിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. v എത്രയാ? എഴുതിക്കോ. 0 is equal to a എത്രയാ? a അല്ല, സോറി കേട്ടോ, u എത്രയാ? 10 പ്ലസ് a എത്രയാ? നമുക്കറിയില്ല, അങ്ങനെ തന്നെ കൊടുത്തു. ആൻഡ് t എത്രയാ? 5. ഓക്കെ, അപ്പം 5a is equal to എന്ത് കിട്ടി? 5a is equal to a into 5 ആട്ടോ, a into 5. 5a is equal to എന്ത് കിട്ടി? 10 ഇപ്പുറം പോയി കഴിഞ്ഞാൽ -10 ആവും. -10 കിട്ടി. ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ a എന്താവും? -10/5 എന്നാവും. അതെന്താവും? -2 എന്ന് കിട്ടും. ബട്ട് ഇവിടെ എന്താ? മീറ്റർ പെർ സെക്കൻഡിലാ തന്നതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ. അടുത്തതിലേക്ക് പോയി കൂടെ. ഇതറിയില്ല ഇക്വേറ്റ് ഞാൻ ഒന്നുകൂടി പറയണോ? പറഞ്ഞു തരാം. 0 is equal to യുവിന്റെ സ്ഥാനത്ത് 10 ഇടുക പ്ലസ് എന്റെ സ്ഥാനത്ത് എന്താ? എ തന്നെ. അപ്പോൾ മറ്റേ ടി എന്ന 5a. അപ്പോൾ 5a പ്ലസ് 10 is equal to 0 എന്ന് കിട്ടി. അപ്പോൾ 5a is equal to എന്താ? 10 അപ്പുറം പോകുമ്പോൾ -10 ആവും. എനെ നമുക്ക് കാണണം 5 ഇവിടെ പോകുമ്പോൾ ഇവിടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 5 ആവും. ആൻഡ് a is equal to -10/5 is equal to -2 എന്ന് കിട്ടും. ആൻഡ് അതിൻ്റെ ഇതെന്താ? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ. ഇനി അടുത്തതിലേക്ക് പോയിക്കോട്ടെ. എ ബോഡി കവേഴ്സ് 100 meters in 5 seconds. നമുക്ക് ആ തന്നത് എഴുതിക്കോ. 100 meters എസ് തന്നിട്ടുണ്ട് 100 meter. കാരണം കവേഴ്സ് എത്ര ഡിസ്റ്റൻസ് ആ കവർ ചെയ്തതെന്ന് ഇൻ 5 seconds. ടീയും തന്നിട്ടുണ്ട് എന്താ? 5 seconds. ഞാൻ ഇത് സ്പീഡ് പറഞ്ഞു പോകുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടോ കേട്ടോ. ഇതുപോലെ നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാ. സോ ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 meter per second. ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്തത് 0 meter per second ആണെങ്കിൽ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ 0 meter per secondലാണ് അത് തുടങ്ങിയതെങ്കിൽ ആ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാണെന്നാ ചോദിച്ചത്. കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷനിൽ നിന്നും നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണേണ്ട ഇക്വേഷൻ പഠിച്ചു, സെക്കൻഡ് ഇക്വേഷൻ. സോ നമുക്ക് എന്താ കാണേണ്ടത്? എ ആണ് കാണേണ്ടത്. സോ എസും ടിയും യുവും എയും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഉണ്ട്, നമ്മൾ ചിന്തിക്കണം. അതേതാ? എസും പിന്നെ ടി വന്നാൽ തന്നെ 2 റിലേഷൻ ഓൾറെഡി ഉള്ളത്. v is equal to u plus at. അതിൽ എസ് ഇല്ല. സോ എസ് ഉള്ളത് ഏതാ? s is equal to ut plus half at square. വളരെ സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? എന്താ? എസിന്റെ വാല്യൂ 100 meter. ആൻഡ് ഇതൊക്കെ യൂണിറ്റ് നോക്കണം. ഇവിടെ സെക്കൻഡ് മീറ്ററിൽ തന്നതുകൊണ്ട് വേറെ ഒന്നും പേടിക്കാനില്ല. ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലാന്നത്, ടൈം പെർ സെക്കൻഡിലാവുന്നത്, ഒന്നും പേടിക്കാനില്ല. യു എത്രയാ? 0. ഇപ്പോൾ 0 into t 0 പ്ലസ് ഹാഫ് എ നമുക്ക് അറിയത്തില്ല. ടി സ്ക്വയർ എത്രയാ? 25. ഇതുവരെ പക്കാണോ? പക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 equal to 25a divided by 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്താ വരിക? എന്റെ മാത്രമല്ല കിട്ടണ്ടേ? ഡിവൈഡഡ് ബൈ 25 അപ്പുറം പോകുമ്പോൾ അല്ല, ഡിവൈഡഡ് ബൈ 2 അപ്പുറം പോകുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 ആവും. അപ്പോൾ 100 into 2 മൾട്ടിപ്ലൈഡ് ബൈ 25 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 25 ആവും. അപ്പോൾ എന്തായി? ഇങ്ങനെ കിട്ടി. അപ്പോൾ 100 divided by 25 എത്രയാ? 4 ആണ്. 4 into 2 എത്രയാ? 8 meter per second square. സിമ്പിൾ അല്ലേടാ? ഇത് വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത നമ്മൾ കുറച്ച് ലെവലിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഞാൻ സമയം പോക്കണ്ടെന്ന് വെച്ചിട്ടോ പെട്ടെന്ന് പറയുന്നത്. എടാ നമുക്കിനി കുറച്ച് ഡിഫിക്കൽട്ട്, പിന്നെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട്, അതിലേക്ക് പോയിട്ട് നമുക്ക് എന്താക്കി ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ അതിലേക്ക് ശ്രദ്ധിക്കാം. കുറച്ച് ഡിഫിക്കൽട്ട് ആണുള്ളൂ, അത് ശ്രദ്ധിക്കുക. A car slows down from 30 meter per second to 10 meter per second over distance 80 meter. Find its acceleration. ഇതിന് വേണേ നമുക്ക് എന്താക്കാം? വേണേ ഒന്ന് ഫിഗർ വരക്കാം. ഒരു കാറ് 30 meter per second പോയിക്കൊണ്ട് നിന്ന കാറ് എന്തിലേക്ക് മാറി? 10 meter per second മാറി. ഓക്കെ, എ കാർ സ്ലോസ് എന്ന് വെച്ചാൽ അതിലേക്ക് കുറഞ്ഞു. ഓവർ ഡിസ്റ്റൻസ് 80 meter. ഫൈൻഡ് ആക്സലറേഷൻ. ആക്സലറേഷൻ ഈക്വൽ ടു ക്വസ്റ്റ്യൻസ്. ഇത് വരച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ യു എന്താ, ഇവിടെ യു എന്താ, വി എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് എന്ത്, 30 m/s. മനസ്സിലായോ? ഫൈനൽ എന്തിൽ നിന്ന് എന്തിലേക്ക് എത്തി, 30 m/s നിന്ന് 10 m/s എത്തി. അപ്പൊ ഫൈനൽ വെലോസിറ്റി ആണ് എന്ത്, 10 m/s. മനസ്സിലായോ? ആൻഡ് എസ് ഈസ് ഈക്വൽ ടു നമുക്ക് 80 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചെന്താ, എ എന്ന് പറഞ്ഞ ഇക്വേഷനാ. സോ നമ്മൾ ഓർക്കുക, എ കാണണം, എസും വിയും യുവും തന്നിട്ടുണ്ട്. അതേതാ റിലേഷൻ, ടൈം തന്നിട്ടില്ല. അപ്പൊ എന്താ, ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏതാ, v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എന്ന് പറഞ്ഞ റിലേഷൻ. സിമ്പിൾ. അവിടെ കൊടുത്തൂടെ, 10², 10ന്റെ സ്ക്വയർ എത്രയാ, 10² ഈസ് ഈക്വൽ ടു 13² പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ് എത്രയാ, 80. അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും മാറ്റിക്കൂടെ, മാറ്റിക്കോ. 10² എത്രയാ, 100 ഈക്വൽ ടു 13ന്റെ സ്ക്വയർ എത്രയാ, 900. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു 8, അപ്പൊ 160 എ. അപ്പൊ ഇതെന്താവും, ഈ 900 നമ്മൾ ഇനിയിപ്പോ ഈക്വേഷൻ കിട്ടി, നമുക്ക് ഇനി ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ഇതാ പറഞ്ഞത്, ബാക്കി 10% ഉള്ളൂ പരിപാടി. അപ്പൊ 160 എ ഈസ് ഈക്വൽ ടു, ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കൂടെ, 100 കുറക്കണം എത്രയാ, 900 എത്രയാ, 100 കുറക്കണം 900 എന്നല്ല വരിക, അത് എത്രയാ, -800 ആണ്. അപ്പൊ എ ഈസ് ഈക്വൽ ടു -800 ഡിവൈഡഡ് ബൈ 160. 80 ഡിവൈഡഡ് ബൈ 16 എത്രയാ കിട്ടുക, എന്ന് വെച്ചാല് എന്താ കിട്ടുക, -5 m/s നമുക്ക് എന്ത് കിട്ടും, ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള തന്നെയാണ്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട എന്താ, യുവും വിയും ഏതാ വരുന്നതെന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആകെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്ന കൂടിയാണ് വരുന്നുള്ളൂ. അത് ചെയ്ത് എന്നെ റെഡിയാവും. നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലോ ആയിരിക്കും, പിന്നെ അങ്ങ് റെഡി ആയിക്കോളും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യനാണ്, കുറച്ച് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യനാണ്. എ ട്രെയിൻ മൂവ്സ് ഫ്രം റെസ്റ്റ്. വരച്ചോ, എ ട്രെയിൻ മൂവ്സ് ഫ്രം റെസ്റ്റ്. an acceleration of 2 m/s². acceleration 2 m/s² ആണ്. How far will it travel in 10 seconds? എത്ര അല്ല, how far it will travel in 10 seconds. 10 സെക്കൻഡ് കൊണ്ട് അത് എത്ര ദൂരെ എത്തുന്നുള്ളത് നമുക്ക് കാണണം. നമുക്ക് എന്താ കാണേണ്ടത്, how far, s ആണ് കാണേണ്ടത്. how far it travel എന്ന് വെച്ചാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. in 10 seconds. t നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ, 10 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ട്രെയിൻ മൂവ്സ് ഫ്രം റെസ്റ്റ്. അപ്പൊ എത്രയാ, യു എത്രയാ, 0 m/s ആണ്. ആൻഡ് ആക്സലറേഷനും തന്നിട്ടുണ്ട് 2 m/s². സോ നമുക്ക് ഇതിൽ നിന്ന് കണ്ടൂടെ, എസിന്റെ കണ്ടൂടെ, യു ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്. എസിന്റെ ഇക്വേഷൻ ഏതാ, s is equal to ut plus half at² വെച്ച് കണ്ടുകൂടാ. കണ്ടൂടെ, സിമ്പിൾ അല്ലേ. എസിന് നമുക്ക് കാണണം, യു തന്നിട്ടുണ്ട്, യു ടി എത്രയാ, അപ്പൊ യു 0 ആയതുകൊണ്ട് ഇത് 0 ആവും. യു ഇൻറ്റു ടി എത്രയാവും, 0 × 10 0. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ഇതാ, ഹാഫ് ഇൻറ്റു എ എത്രയാ, 2 മീറ്റർ ഇൻറ്റു t² എത്രയാ, 100. അപ്പൊ ഇതെന്താവും, അപ്പൊ മൊത്തത്തിൽ നമുക്ക് എത്ര കിട്ടും, 100 മീറ്റർ കിട്ടും. എസ് നമുക്ക് കിട്ടി. ഓക്കെ ഫൈൻ. വാട്ട് വിൽ ബി ഇറ്റ്സ് ഫൈനൽ സ്പീഡ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ആദ്യം നമുക്ക് എസ് കാണണം. അപ്പൊ എസ് കാണുന്നതിൽ എന്തെങ്കിലും ഒരു ഇക്വേഷനോ എന്തെങ്കിലും ഒരു കാൽക്കുലേഷനോ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 100 മീറ്റർ എന്ന് പറഞ്ഞ റിസൾട്ട് എന്റെ തെറ്റും. ഈ റിസൾട്ട് തെറ്റിയാൽ ഈ റിസൾട്ട് തെറ്റും. ഓക്കെ, വാട്ട് വിൽ ബി ദ ഫൈനൽ സ്പീഡ് 2 പ്രാവശ്യം കിളിയായിരുന്നു ഞാൻ അന്നേരം. അപ്പൊ അടുത്ത വാട്ട് വിൽ ബി ദ ഫൈനൽ സ്പീഡ്. അപ്പൊ നമുക്ക് ഇനി ചോദിച്ചത് വി ആ, വി ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്ക് രണ്ടാമത് ചോദിച്ചത്. ഒന്നാമത് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചു വാട്ട് വിൽ ബി ദ ഫൈനൽ സ്പീഡ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എസ്. ഇത് ഇപ്പൊ നോക്കി, എസ് കണ്ടുപിടിച്ചു ഓൾറെഡി. അപ്പൊ എസ് ആയി, ടി ആയി, എ ആയി, ഇപ്പൊ ആവശ്യമുള്ളതൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്തൊക്കെ ആയി, നമുക്ക് ഏതൊക്കെ റിലേഷൻ ഉപയോഗിക്കാം, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കുക. കാരണം ഇവിടെ ടിയും ഓൾറെഡി തന്നിട്ടുണ്ട്, എസും ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് 2 വെച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക, സെയിം ആ കിട്ടുക. നോക്കി നോക്കിയാലോ, നോക്കി നോക്കാം. നമുക്ക് വി അല്ലേ കണ്ടു, വി അല്ലേ ചോദിച്ചത്, വാട്ട് ഇസ് ദ ഫൈനൽ സ്പീഡ് അല്ലേ ചോദിച്ചത്. അപ്പൊ വി ആ കണ്ടത്, യു പ്ലസ് എ ടി. യു എത്രയാ, 0
പ്ലസ് എ ടി എത്രയാ? എ എത്രയാ? 2 ഇൻറ്റു ടി എത്രയാ? 10. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് എന്ത് കിട്ടി? റിസൾട്ടന്റ് കിട്ടി. അടുത്ത് ഇത് വെച്ചൊന്ന് കണ്ടുപിടിച്ച് നോക്ക്. വി സ്ക്വയർ ഈസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈസിക്കൽ ടു യു സ്ക്വയർ എത്രയാ? 0ന്റെ സ്ക്വയർ 0 തന്നെ, പ്ലസ് 2 ഇൻറ്റു എ എത്രയാ? എ എത്രയാ? 2 തന്നെ, ഇൻറ്റു എസ് എത്രയാ? എസ് എത്രയാ? 100. അപ്പൊ എന്ത് കിട്ടും? വി സ്ക്വയർ ഈസിക്കൽ ടു, വി ഈസിക്കൽ ടു അല്ലേ, വി സ്ക്വയർ ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു 2 ഇൻറ്റു 100 എത്രയാ? 400. അപ്പം വി ഈസിക്കൽ ടു റൂട്ട് 400. അങ്ങനല്ല, വി സ്ക്വയർ ഈസിക്കൽ ടു 400 ആണ്, വി ഈസിക്കൽ ടു റൂട്ട് 400. റൂട്ട് 400 എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. കണ്ട, ഇക്വേഷൻ ഏത് ഉപയോഗിച്ചോട്ടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ചില ആൾക്കാർ ഇത് വെച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യുന്നത്, ചില ആൾക്കാർ ഇത് വെച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ശരിയല്ലേടാ? ശരിയല്ലേ? വെരി ഗുഡ് അല്ലേ? എന്റെ പെർഫോമൻസ് കിടിലല്ലേ? അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടി പോയിട്ട് നമുക്ക് എന്താക്കാം, ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എ കാർ മൂവിങ് അറ്റ് 25 മീറ്റർ പെർ സെക്കൻഡ്. കാർ, ഒരു കാർ, യെസ്, നമ്മൾ കുട്ടപ്പൻ്റെ ലംബോർഗിനി തന്നെ ആയിക്കോട്ടെ, മൂവിങ് വിത്ത് 25 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പം നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി? യു കിട്ടി. 25 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടി. ഓക്കെ, ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 100 മീറ്റർ. അപ്പൊ എസ് കിട്ടി 100 മീറ്റർ. ബ്രോട്ട് ടു റെസ്റ്റ് എന്ന് വെച്ചാൽ അത് റെസ്റ്റിലേക്ക് 100 മീറ്റർ കൊണ്ട് അത് റെസ്റ്റിലേക്ക് എത്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ റെസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ വിയും കിട്ടി എന്നല്ലേ. 100 മീറ്റർ കൊണ്ട് കാർ എന്തായി? നിശ്ചലാവസ്ഥയിലായി ഇൻ 100 മീറ്റർ. അപ്പൊ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? ക്വസ്റ്റ്യനെ ചിഹ്നം ഭിന്നമാക്കേണ്ടത്, വെട്ടിച്ചുരുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ വി എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ റിക്വയർഡ് ആക്സലറേഷൻ? ഇതാണ് നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് കിട്ടി? എസ് കിട്ടി, യു കിട്ടി, ഇത് കിട്ടി. റിക്വയർഡ് ആക്സലറേഷൻ ആ ചോദിച്ചത്. എസും, അപ്പൊ നമ്മൾ റിക്വയർഡ് ആക്സലറേഷൻ ഈസിക്കൽ ടു ക്വസ്റ്റ്യൻ ആക്സലറേഷൻ ആണ് ചോദിച്ചത്. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ ടൈം കാണാത്തൊരു റിലേഷൻ ഉണ്ട്. ഈ ടൈം കാണുന്നില്ല, എ കാണണം. അതേതാ റിലേഷൻ? വി സ്ക്വയർ ഈസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as വെച്ച് നമുക്ക് എന്താക്കാം? കിട്ടിയില്ലേ? കിട്ടിയില്ലേ? വി സ്ക്വയർ എത്രയാ? 0 സ്ക്വയർ 0 ഈക്വൽ ടു യു സ്ക്വയർ എത്രയാ? 25ന്റെ സ്ക്വയർ 625 പ്ലസ് യു സ്ക്വയർ എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആൻഡ് 2 ഇൻറ്റു എ എത്രയാ? എ എത്രയാ? നമുക്കറിയില്ല. എ ഇൻറ്റു എസ് എത്രയാ? 100. പക്ക അല്ലേ? പക്ക അല്ലേ? ഇതിനെ വീണ്ടും ഇങ്ങോട്ട് എടുത്തോ. 625 പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു 200 എ ഈസ് ഈക്വൽ ടു എത്രയാ? 0. അത് ഞാൻ ഒന്ന് തിരിച്ചെഴുതിയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ആൻഡ് ഇവിടെ കാണുന്നുണ്ടാവോ? ആ, കാണുന്നുണ്ടാവും. അപ്പോൾ 200 എ ഈസ് ഈക്വൽ ടു എന്താ? 200 എ ഈസ് ഈക്വൽ ടു എന്താ? ഇതിനപ്പുറം കൊണ്ടുപോകുമ്പോൾ -625. അപ്പോൾ എ എന്താ? എ ഈസ് ഈക്വൽ ടു -625 ഡിവൈഡഡ് ബൈ 200. അപ്പോ നമുക്ക് ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്യാനുള്ളൂ. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 0 0 കിട്ടുമ്പോൾ 6.25. അപ്പൊ അതെന്താവും? -3.125 എന്നെന്താവും? ഉത്തരം കിട്ടും. ആൻഡ് ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടിയടാ? നമുക്ക് ആക്സലറേഷൻ കിട്ടി. പക്ക അല്ലേ? ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്? അപ്പൊ നമ്മളോട് ചോദിച്ച് എത്ര സമയം ഇതിനെടുക്കുന്നു? ആക്സലറേഷൻ നമുക്ക് കിട്ടി -3.125 എന്ന് കിട്ടി, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് വിട്ടുകൊണ്ട, ഇത് ഏത് മൊക്കമായിരിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചു, നമുക്ക് എ കിട്ടി, വി കിട്ടി, എസ് കിട്ടി, യു കിട്ടി. നമുക്ക് ടൈമേ ഇനി ചോദിച്ചത്. ഇങ്ങനെയാണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ടൈമാ ചോദിച്ചത്. ആൻഡ് ടൈം കാണാൻ നമുക്ക് ഏത് റിലേഷൻ ഉപയോഗിക്കാം? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ റിലേഷൻ ഉപയോഗിച്ചൂടെ? ഉപയോഗിച്ചൂടെ? യു നമുക്കറിയൂടെ? യെസ്. വി എത്രയാ? വി 0. 0 ഈസ് ഈക്വൽ ടു യു പ്ലസ് യു എത്രയാ? 25 25. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യാം. എന്നാല് എന്നിട്ട് എന്താക്കുക, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താക്കുക, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പറയാം. പ്ലസ് എ എത്രയാ? -3.125
ഇൻറ്റു ടി. അപ്പോൾ അതെന്താവും എന്താവും -3.125 t is equal to -25 എന്നാവും. and t is equal to ഇതിപ്പുറം വരും -25 ഡിവൈഡഡ് ബൈ -3.125 എന്നാവും. അപ്പോൾ മൈനസും പ്ലസ് ആവും. മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്താവും പ്ലസ് ആവും. സോ ഇതെന്താവും ഒരു വാല്യൂ കിട്ടും ഇൻ സെക്കൻഡിൽ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, എൻ്റെ കൂടെ ആയിരിക്കും ഇത് ചെയ്ത്. ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിന്നിട്ടില്ല, ഞാൻ പോസ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ ഇപ്പം തന്നെ കൂടെ ചെയ്യുക. ആൻഡ് ഇവിടെ വെച്ച് നിങ്ങൾ പോവല്ലേ, നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ബുക്കൊക്കെ മറിച്ചിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഇപ്പം ഇരുന്ന് ചെയ്ത് നോക്കുക. ഇനി ഒറ്റക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ ഇരുന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. സോ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കൊടുക്കുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സാധനമൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് കൂടെ കൂടേണ്ടിയെന്ന്. സോ നിങ്ങൾ എന്താക്കുക, ലൈക്ക് ചെയ്യുക. എന്നാൽ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ആൻഡ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ആഗസ്റ്റ് 5 വരെ നമ്മൾ ക്ലാസ് എന്തായാലും ഇട്ടുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും ജെന്യുവൻലി പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. ആൻഡ് ഇത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ ചെയ്താൽ ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ.